بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس كلهم أجمعين اللهم بارك لنا في كل أمورنا لا سيما في أمرنا هذا بركة تامة كما باركت على عبادك الصالحين اللهم يسر عسيرنا وسهل أمورنا واكشف كروبنا وفرج همومنا وغمومنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا وارحمنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. ആ പുതുശ്ശേരി പുല്ലൂക്കരയിലെ പുതുശ്ശേരി അവർ വന്നണ ഓക്കെ അല്ലേ? ആണുങ്ങളാരും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു. ബാക്കിയുള്ള ആണുങ്ങളെ കണ്ട് തിരിയുന്നുണ്ടല്ലോ. നോക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم فمن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا قال نبينا محمد صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ നിമിഷങ്ങളും നാളെ ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന വലിയ സൽക്കർമ്മമായി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഉംറ ഖബൂലിയത്തോടെ ചെയ്യാനും ആഫിയത്തോടെ ആരോഗ്യത്തോടെ അതിൻ്റെ എല്ലാ അർഹിക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ഉംറ യാത്രയിലെ വഴികളിലെ തടസ്സങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരട്ടെ. അല്ലാഹു ഈ മഹത്തായ ഉംറയിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന പരിശുദ്ധി അത് നേടി നല്ല ഈമാനുള്ള വിശ്വാസി വൃത്തങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. പരിശുദ്ധമായ ഉംറക്കും ഹജ്ജിനൊക്കെ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കയൗമ വലദത്തുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച പോലെയുള്ള പരിശുദ്ധി ഇതിലൂടെ നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മൾ വലിയൊരു യാത്രക്കാണ് ഒരുങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായ ഒന്നാണ് ഉംറ. ഉംറ സുന്നത്താണ് എന്ന് ധരിച്ച ചില ആളുണ്ട്. ഹജ്ജ് നിർബന്ധവും ഉംറ സുന്നത്തും. നോ, ഉംറയും നിർബന്ധമാണ്,
ഹജ്ജും നിർബന്ധമാണ്. രണ്ടും ഒരുപോലെ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ അതിൽ ഉംറ പെടും. ഒരാൾക്ക് ഉംറക്ക് പോകാനാ കഴിവായത്, ഹജ്ജിന് കഴിവില്ല, എന്നാ ഉംറ ചെയ്യണോ? ഉംറക്ക് ഒരാൾ പോയി അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമാണോന്നില്ല. ചിലർക്ക് അങ്ങനെയും ബേജാറുണ്ട്, ഉംറക്ക് പോയോണ്ട് ഹജ്ജ് നിർബന്ധമാകുമോ എന്ന്. അങ്ങനെ ചിലർ ചോദിക്കാറുണ്ട്. ഉംറ നിർബന്ധമായ പിന്നെ ഹജ്ജ് നിർബന്ധമാണോന്നില്ല. ഉംറ ഹജ്ജ് ഒരുപോലെയല്ല, സാമ്പത്തികമായി വ്യത്യാസമുണ്ട്, ദിവസങ്ങൾ കുറെ കൂടുതലുണ്ടായത്, ആരോഗ്യമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും റെഡിയായാലല്ലേ ഇത് ശരിയാകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഉംറ നിർബന്ധമാണ്, ഹജ്ജ് പോലെ തന്നെ. ഹജ്ജിന് പോകാൻ കഴിയുന്നില്ലേ ഉംറക്ക് അങ്ങ് പോകണം. അപ്പൊ നിർബന്ധമായ ഒരു യാത്രക്കാണ് നമ്മൾ ഒരുക്കുന്നത്. രണ്ടാമത് ഉംറ, അതിൻ്റെ നേട്ടങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. അത് ദോഷം പൊറുപ്പിക്കുന്ന നല്ല സൽക്കർമ്മമാണ്. അല്ലാഹു നമ്മുടെ ഉംറ അങ്ങനെയുള്ള ഉംറയാക്കി മാറ്റിത്തരട്ടെ. അതെങ്ങനെ ഉംറയുമ്പ? എല്ലാം പരിശുദ്ധമായിരിക്കണം, നല്ല ആത്മാർത്ഥമായ നിയ്യത്തുണ്ടാണ്. ഉംറന്റെ ഇടവേളകളിൽ ഫാൾട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, ഷർത്തുകൾക്ക് ഭംഗം വരാൻ പാടില്ല, വാജിബുകൾ ഒഴിവാക്കാൻ പാടില്ല, ഫർളുകൾ ഒഴിവാക്കാൻ പാടില്ല. ഒരു ഇബാദത്തിന് വേണ്ട ഷർത്തുകള്, ഫർളുകള്, വാജിബാത്തുകള് ഇവയൊക്കെയും വേണ്ട രൂപത്തിൽ, അർഹിക്കുന്ന രൂപത്തിൽ ചെയ്ത് ഉംറയെ അപരാധങ്ങളിൽ നിന്ന് നമ്മൾ തീർത്തും വ്യത്യസ്തമായി കുറ്റമറ്റതായ ഉംറ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ദോഷം പൊറുപ്പിക്കുന്നതാണ്. കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും യഹ്ദിമു മാ ഖബല, അവൻ്റെ മുമ്പുള്ളതൊക്കെ മായ്ച്ചു കളയും. കഫാറത്താണ്, എല്ലാ തെറ്റുകുറ്റങ്ങളെയും മായ്ച്ചു കളയുന്നതാണ്. മാത്രമല്ല നമ്മൾ ഹജ്ജിന് സാധാരണ പറയലുണ്ട് കയൗമ വലദത്തുഹു ഉമ്മു, അത് ഉംറക്കും ബാധകമാണ്. എന്നാ ഹജ്ജിന്റെ ശ്രദ്ധത, ഹജ്ജ് ചെയ്ത് വന്ന ആജി കയൗമ വലദത്തുഹു ഉമ്മു, ഇന്ന് ഓനെ ഉമ്മ അവനെ പ്രസവിച്ചാൽ അവന്റെ പരിശുദ്ധി എത്രത്തോളം ആണോ അതേ പരിശുദ്ധി ഉമ്മ പ്രസവിച്ച ആള് അന്നേത്തെ ദിവസം. റസൂലുള്ളാഹിന്റെ പ്രയോഗ യൗമ വലദത്തുഹു ഉമ്മു, കണ്ട, ഉമ്മ പ്രസവിച്ച പോലെ എന്നല്ല, പ്രസവിച്ച അന്നേത്തെ ദിവസം പോലെ. ചെറിയ കുട്ടിക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അത്രയും പരിശുദ്ധി, പ്യൂർ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഇല്ലാതായി പുറത്തു കൊടുത്ത് എല്ലാം മായ്ച്ചു കളഞ്ഞ് പരിശുദ്ധമായ ഒരു ദിവസത്തെ പോലെ ഉംറക്കും അങ്ങനെ ചെയ്യും. ഹജ്ജിന് പറഞ്ഞ നിയമങ്ങൾ, അതിന് പറഞ്ഞ പോരിശകൾ, അതിന് കിട്ടി നിൽക്കുന്ന ഫലം, അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഫലം ഹജ്ജിന്റെ യൗമ വലതു ഉമ്മ കയൗമ വലദത്തുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ പരിശുദ്ധി അത് ഉംറക്കും അത് ഉണ്ട്. ഇമാമുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ പരിശുദ്ധമായ ഒരു കർമ്മത്തിന്, ചെറിയ കർമ്മമല്ല അല്ലേ? എത്ര കാലമായി നമ്മളിടുന്ന എങ്ങോട്ടാ നമ്മളെ സർവമാന ഇബാദത്തുകളും നമ്മൾ നിർവഹിക്കുന്നത് എവിടത്തേക്കാണ്? പരിശുദ്ധമായ കഅബയിലേക്ക് അഭിമുഖമായിട്ടാണ്. ഇതിൽ മുന്നേ ഉംറക്ക് ഇപ്പം പോകാൻ ഒരുങ്ങിയവരിൽ മുന്നേ ഉംറക്ക് പോയാളൊന്ന് കൈവക്കി. രണ്ടാള്. അപ്പൊ നമ്മള് ഇതുവരെ നമ്മൾ നിസ്കരിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് നമ്മൾ പറയാം. പടിഞ്ഞാറല്ല മാത്രം
കഅബക്കാണ് മാറ്റം. നമ്മളെ കേരളത്തിൽ പടിഞ്ഞാറോട്ട് കഅബ ആയതുകൊണ്ട് പടിഞ്ഞാറ് ഉഷാറാന്ന് പറയുന്ന മനസ്സിലായിട്ടില്ല. നമ്മൾ ഇവിടുന്ന് തിരിയുമ്പോൾ പടിഞ്ഞാറോട്ടാണ് തിരിയുന്നത്. കാരണം എന്താ? കഅബ ഭാഗത്തായതുകൊണ്ട്. മദീനത്ത് പോയാൽ പടിഞ്ഞാറോട്ടല്ല, ഇങ്ങോട്ടാ തിരിയുക. ഇങ്ങോട്ടാ തിരിയുക, തെക്കോട്ടാ തിരിയുക. മദീനത്ത് പോയാൽ തെക്കോട്ടാ കഅബ. അവർക്ക് തെക്ക ഉഷാർ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ പരിശുദ്ധമായ കഅബ എവിടെയാണോ അവിടത്തേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അപ്പോഴാ ഭാഗം ബഹുമാനാവുന്നുള്ളൂ. കഅബ ഉള്ളതുകൊണ്ടാ. ഇതിന്റെ സബബ് കഅബയാണ്, ഭാഗത്തെ അല്ല. പടിഞ്ഞാറ് ഉഷാറായോണ്ടല്ല. പടിഞ്ഞാറിനായ മാത്രമേ നമ്മൾ തിവിരിയാകിയത്. നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുന്നത് പടിഞ്ഞാറോട്ടല്ല എപ്പോഴും. നമ്മൾ കേരളത്തിൽ അങ്ങനെ ആയതുകൊണ്ട് മാത്രം. ഇപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ കൽബിനെ, മനസ്സിനെ, മുഖത്തെ, ശരീരത്തെ എല്ലാം നമ്മൾ തിരിച്ചു വച്ചിരിക്കുന്നത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. അത്ര നമ്മൾ ഇബാദത്തൊക്കെ സമർപ്പിച്ച പരിശുദ്ധമായ കഅബ കൺകുളിർക്ക കാണാൻ, പരിശുദ്ധമായ കഅബയെ സ്വന്തം കണ്ടുകൊണ്ട് നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം നമുക്കിതിലൂടെ ലഭിക്കുകയാണ്. അല്ലാഹു അതിൻ്റെ മഹത്തായ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിൻ്റെ മഹത്തായ തൗഫീഖ് നൽകട്ടെ. നല്ലോണം ദ്വാരക്കേണ്ടതാണ്. നല്ലോണം ദ്വാരക്കണം. കഅബ കാണാൻ വേണ്ടി അല്ലേ? കഅബ കാണുമ്പോൾ എങ്ങനെയാ കാണണ്ടേ? കണ്ണ് നിറയെ കാണണം. നമ്മൾ സൈഡിലൂടെ കഅബ കാണുമെങ്കിൽ അങ്ങനെ നോക്കരുത്. നമ്മൾ പറയാ എങ്ങനെ കാണണോ? കണ്ണ് നിറയെ കാണുന്ന രൂപത്തിൽ എത്തുമ്പോഴാണ് നോക്കേണ്ടത്. കാരണം കഅബ മുഴുവനും നല്ല കണ്ണ് നിറഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടെ കാണാൻ കഴിയണം. അതുകൊണ്ട് പള്ളിൻ്റെ ഉള്ളൂട്ടെ തൂണുകൾക്കിടയിലൂടെ കാണൂലേ, അങ്ങനെ നോക്കണ്ട. നേരെ മത്താഫിലേക്ക് വന്ന് കഅബ മുഴുവനും കാണുന്ന സമയത്ത് നല്ലോണം കണ്ണ് നിറയെ നോക്കുക. കാരണം ഇതുവരെ നിന്റെ ഇബാദത്തുകൾ നീ നിർവഹിച്ച ഏറ്റവും പരിശുദ്ധമായ അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച നീ വസിക്കുന്ന ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഭൂമിയുടെ തുടക്കം പരിശുദ്ധമായ കഅബന്റെ സ്ഥലത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു നിന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുന്നേ തന്നെ പരിശുദ്ധമാക്കിയ ഒരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. ആ ബോധം നിന്റെ കൽബിന്റെ അകത്തുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലോണം ദ്വാരക്കണം കേട്ടോ. ഇതിന് വേണ്ടത് നല്ലോണം ദ്വാരക്കലാണ്. കൽബ് പൊട്ടി പടച്ചോനോട് പറയണം, റബ്ബേ, യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഖിത്അത്തും മിന സഫറ ഖിത്അത്തും മിനൽ അദാബാണ്. അദാബിൻ്റെ വലിയ കണ്ടാണ്. ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം എല്ലാ തടസ്സവും നീങ്ങാൻ വേണ്ടി നല്ലോണം ദ്വാരക്കണം. എത്രയെത്ര ആളുകൾ ഇഹ്റാം ചെയ്തിട്ട് അതൊഴിവാക്കി തിരിച്ചു വന്ന ആളുകൾ എത്രയാണ്. നമുക്ക് ആ മഹത്തായ പരിശുദ്ധമായ കഅബന്റെ മുന്നിൽ വെച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? കോഴിക്കോട് പോയി ഹജ്ജിന് ഇഹ്റാം ചെയ്ത് തിരിച്ചു വന്ന ആളാ നമുക്കെല്ലാം അറിയില്ലേ? എത്ര ആള് അവിടെ പോയിട്ട് തിരിച്ചു വന്ന ആളുണ്ട് അല്ലേ? ഇപ്പടുത്ത് മലേഷ്യയിലൊരു കഥ കേട്ടില്ലേ? മലേഷ്യക്കാരൻ ഫ്ലൈറ്റിലേക്ക് കൂട്ടൂലെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ഉയർന്നില്ല, തിരിച്ചു വന്ന് വീണ്ടും കയറ്റാൻ പറഞ്ഞു. അതിൻ്റെ സാങ്കേതിക തകരാറൊക്കെ തീർത്തിട്ട് വീണ്ടും പോയി. ഇയാൾ ചോദിച്ചു, കൂട്ടുവാ? ഇല്ല, ചെറിയ പ്രശ്നമാണ്. പിന്നെയും കയറുന്നില്ല. വന്ന് കൂട്ടിയിട്ട് അയാളെ കൂട്ടിപ്പോയി. കണ്ട അല്ലാഹ് നിശ്ചയിച്ച പിന്നെ രക്ഷയൊന്നുമില്ല. അല്ലാഹു ഉൾക്കൊള്ളുന്ന കൽബ് നൽകട്ടെ. എന്നാലോ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒത്തിട്ടുണ്ട്, വഴി നിർഭയമാണ്. എന്നിട്ടോ അവിടെ എത്തി തിരിച്ചു വന്ന എത്ര ആളുകളാ
ഇഹ്റാം ചെയ്തിട്ട് പോലും അവസാനം അറുത്തു കൊടുത്തിട്ട് തെഹലീലായി തഹല്ലുലായി തിരിച്ചു വന്ന എത്രയെത്ര ആളുകളാ. സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, ആരോഗ്യമില്ല, രോഗമാണ്, വഴി പലപ്പോഴും പ്രശ്നങ്ങളാണ്. എന്നിട്ട് അവിടെ പോയി പരിശുദ്ധമായ ഉംറയും ഹജ്ജും നിർവഹിച്ച് തിരിച്ചു വന്ന എത്രയെത്ര സൗഭാഗ്യവാന്മാരാ. ഇതല്ലാന്റെ ഖലാൻ. അവിടെ എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഖൽബറിഞ്ഞ് ദുആ ചെയ്യണം. ഞാൻ പൈസ കൊടുത്തില്ലേ, ഞാൻ പാസ്പോർട്ട് കൊടുത്തില്ലേ, ടിക്കറ്റ് വന്നില്ലേ, വിസ കിട്ടിയില്ലേ, നോ, അതൊന്നല്ല. പടച്ചോന്റെ കഥ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പേടിപ്പിക്കല്ല കേട്ടാ, ദ്വാരക്കാൻ വേണ്ടി പറയാം. പടച്ചോനെ ഉസ്താദ് ദ്വാരക്കണം. അല്ലാഹു തടസ്സങ്ങൾ നീക്കി അവിടെ എത്താൻ വേണ്ടി നല്ലോണം ദ്വാരക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കാരണം നമ്മൾ പോകുന്നത് പരിശുദ്ധമായ സ്ഥലത്തേക്കാണ്, പരിശുദ്ധമായ തിരുക്കഅബയെ കാണാനാണ്. ഇമാം നബി തങ്ങൾ പറയുന്നുണ്ട്, കഅബ കാണാൻ കൊതിച്ച് കൊതിച്ച് അവസാനം ഒരു ഉമ്മ ആ പരിശുദ്ധമായ കഅബന്റെ മുന്നിലേക്ക് എത്തിയപ്പോ, എവിടെ കഅബ, ഐനൽ കഅബ, ഐന കഅബത്തി, എൻ്റെ കഅബ എവിടെയാണ്, എൻ്റെ കഅബ എവിടെയാണെന്ന് ചോദിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ഉമ്മ പരിശുദ്ധമായ കഅബന്റെ മുന്നിലേക്ക് വന്നിട്ട് കഅബയെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ അവിടുന്ന് മരിച്ചുപോയ ഉമ്മയുടെ കഥ പറയുന്നുണ്ട് മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ, അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ, അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. കഅബനെ അങ്ങ് കിട്ടിയപ്പോൾ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അടങ്ങാത്ത ആഗ്രഹമാണ് പരിശുദ്ധമായ കഅബ കാണാനും അതിൻ്റെ മുന്നിൽ പോയി നിസ്കരിക്കാനും. അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഓർക്ക് വരുന്നുണ്ടല്ലേ, തുടക്കത്തിൽ ഓർങ്ങറ, കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഈ കഅബന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടാണ് കഅബ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലിൻ്റെ സ്ഥാപിച്ച സ്ഥലത്ത് അവിടെ നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹിന്റെ റസൂലിനോട് സമ്മതം ചോദിക്കുകയാണ്. ഉമർ തങ്ങൾ അങ്ങനെയാണ്, ചിലതൊക്കെ അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കും, ചോദിച്ചാൽ അല്ലാഹു തആല അതിനനുസരിച്ച് ആയത്ത്. അങ്ങനെയുള്ള സൗഭാഗ്യമുള്ള ആളാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പലതും ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും അള്ളാഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് യോജിച്ചത് 3, 4, 5 സ്ഥലങ്ങളൊക്കെ ഹദീസുകൾ കാണാൻ കഴിയും. അള്ളാഹിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയേ, പരിശുദ്ധമായ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ സ്പർശനമേറ്റുകൊണ്ട് അനുഗ്രഹീതമായ മഖാമു ഇബ്രാഹിമിൻ്റെ അരികിൽ പോയി ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ നീ നിസ്കരിച്ചോ എന്നൊറ്റയടിക്ക് പറയാനുള്ള അനുവാദം മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. വഹയിറങ്ങണം, അല്ലാഹുവിൻ്റെ അനുവാദം വേണം. അതാ ആയത്തിറങ്ങുന്നു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. കണ്ടാ, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മഖാമിനെ നിസ്കാര സ്ഥലമാക്കിക്കോളൂ. അതുകൊണ്ടാ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്തിട്ട് 2 റക്അത്ത്, തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുന്നത്തുണ്ട്. എന്താ കാരണം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു വാങ്ങിയതാ അതിൻ്റെ പിന്നിലുള്ള നിസ്കാരം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭൂമിയിലേക്കാണ് നമ്മളെ യാത്ര. എത്ര ആളുകൾ കരഞ്ഞ ഭൂമിയാണ്, എത്ര നിഷ്കളങ്കരായ
സ്വാലിഹീങ്ങളായ ഔലിയാക്കളാകുന്ന ആബിദീങ്ങളാകുന്ന പലരെയും കണ്ണുനീരുകൾ ഉറ്റി വീണുകൊണ്ട് പരിശുദ്ധമായ ഭൂമിയിലേക്കാ നമ്മൾ പോകുന്നത്. അവിടെ പോയി മനസ്സറിഞ്ഞൊന്ന് കരയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സറിഞ്ഞ് കരയണോ? നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എന്തിനാ കരഞ്ഞേ? എന്തിനാ നമ്മൾ കരഞ്ഞേ? മോള് ഹോസ്പിറ്റലായപ്പോ അവരുടെ പരിശോധന റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കിട്ടിയിട്ട് വല്ലാത്ത വിഷമത്തിൻ്റെ റിസൾട്ടാണെങ്കിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ട്. സ്വന്തം ഭാര്യനെ പ്രസവ റൂമിലേക്ക് കടത്തിയപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ സ്വന്തം മകനോ മകൾക്കോ ഉപ്പാക്കോ ഉമ്മാക്കോ ചോരബന്ധുവിനോ രക്തബന്ധുവിനോ എന്തെങ്കിലും വിഷമങ്ങൾ വന്നപ്പോ കരഞ്ഞു പോയിട്ടുണ്ട്. സാമ്പത്തിക തടസ്സങ്ങൾ വന്നപ്പോ കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലേ? ഏതെങ്കിലും അപകടങ്ങൾ വരുമോ എന്ന് ഓർത്ത് കരഞ്ഞു പോയിട്ടുണ്ട്. അല്ല, കരയേണ്ടത് പടച്ച തമ്പുരാന്റെ മുന്നിൽ നിഷ്കളങ്കമായിട്ടാണ്. തൻ്റെ ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി ഇതുവരെ വന്നുപോയ എല്ലാ അപരാധങ്ങളും പൊറുക്കണേന്ന് പടച്ചോന്റെ മുന്നിലേക്ക് കൽവും കയ്യും തുറന്ന് കണ്ണു തുറന്ന് പടച്ചോനോട് പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് കരഞ്ഞ് പടച്ചോനോട് പറയേണ്ട സ്ഥലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വല്ലാത്ത സ്ഥലമാണ്. എത്ര കണ്ണുനീരുകളാണ് അവിടെ വീണത്. നമ്മളൊക്കെ കണ്ട എത്ര ആളുകൾ, നമ്മളൊക്കെ കാണുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ തുടക്കേടയാ കഅബയാണ്. അല്ലാഹു തആല ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുന്നേ കഅബന്റെ സ്ഥലത്ത് നിന്നാ തുടങ്ങി. അവിടെ വെള്ളമായിരുന്നു. ആ കടലിനെ അല്ലാഹു വജഅലഹു തുറാബ, മണ്ണാക്കി. അവിടെ നിന്നുള്ള അങ്ങ് പരത്താൻ തുടങ്ങി. ഇൻഷാല്ലാ വിശദമായിട്ട് നമുക്ക് അവിടെ നിന്ന് പറയാം. അവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടൂ, ഇങ്ങനെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കൂ. മെഹറൂഖ് പറയുന്ന പടച്ചോനെ എന്നാ ഇതിങ്ങനെ സഹിക്കേണ്ടി വരുമല്ലോ അല്ലേ? ഇല്ല, സഹിക്കേണ്ട രൂപത്തിലാവില്ല. എന്നാലും കുറച്ച് വിശദീകരണമൊക്കെ ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലോണം പഠിക്കണം. ഈ 15 ദിവസം നല്ലോണം പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്മാനിക്ക് നിങ്ങൾക്ക് വരാൻ തോന്നുന്നുണ്ടാ? ടിക്കറ്റ് ഫുള്ളായി, ഒരു രക്ഷയില്ല. ടിക്കറ്റ് ഫുൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ രസം പറഞ്ഞേട്ടാ. നോക്ക്, എത്രയെത്ര സ്വാലിഹ്യങ്ങളാണ് ആ പുണ്യഭൂമിയിൽ കരഞ്ഞത്. ഭൂമിയുടെ തുടക്കം അവിടെയാണ്. അതാ ഞാൻ പറഞ്ഞു വന്നേ. അവിടുന്ന് ഭൂമിയെ പരത്താൻ തുടങ്ങിയത്. വെള്ളം മണ്ണാക്കി അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്താൻ തുടങ്ങിയത്. ഇപ്പൊ ഭൂമിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. എത്ര ആളുകൾ മാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ, ഹജ്ജിയാത്തൊരു നബിയുമില്ല. ഫത്തുൽ-മീൽ 2 നബിമാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എല്ലാ നബിമാരും ഇമാമുകൾ അവിടെ പറഞ്ഞു. അവരും ലൂത്ത് നബി, ഊദ് നബി, അവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എത്ര നബിമാരുടെ കാൽപാദം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമി. അല്ലാഹു നമുക്ക് അവിടെ എത്തി നല്ലോണം മനസ്സറിഞ്ഞ് കരയാൻ തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് എവിടുന്നേ കരയാൻ തീരുമാനിച്ചിട്ടാണ്? അങ്ങനെയാ പടച്ചോൻ്റെ മുമ്പിലേ കരയണ്ടേ? എൻ്റെ സാമ്പത്തിക നഷ്ടമോ ശാരീരിക നഷ്ടമോ ഓർത്തിട്ടാണോ കരയണ്ടേ? അപ്പോൾ ഒരുപാട് മുഅ്മിനീങ്ങൾ കരഞ്ഞ ഭൂമിയാണ്. എത്ര ആളുകളാ അവിടെ നെറ്റ് കുത്തി സുജൂദ് ചെയ്തത്. എത്ര ആളുകളാ അവിടെ നിസ്കരിച്ചത്. അവരൊക്കെ സ്വാലിഹീങ്ങളായ ആളുകൾ. അവരുടെ പാദസ്പർശനമേറ്റ അമ്പിയാക്കന്മാരുടെ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെയൊക്കെ പാദസ്പർശനമേറ്റ ഭൂമിയിലൂടെയാ നമ്മൾ നടക്കുന്നത്. അതിൻ്റെ ബറക്കത്തെങ്കിലും നമുക്കുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആ പുണ്യഭൂമിയിൽ ചെന്ന് കരഞ്ഞ് നിനക്ക് വേണ്ട ഒരു സുജൂദ് ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അതുകൊണ്ട് ഇന്ന് മുതൽ പാതിരാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ഇറക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പോകുമ്പോഴേക്ക് കുറച്ചെങ്കിലും പരിശുദ്ധാകണം, ചെയ്തു വരുമ്പോഴേക്ക് പൂർണ്ണമായി പരിശുദ്ധാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാ ഉംറ. കുറേ ആളെന്തിനാ ഉംറക്ക് പോകുന്നത്? എൻ്റെ അയൽവക്കക്കാരി പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും പോന്നു. ഓള് 2 ചെയ്തില്ലേ, എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനും 2ാമത്തെ. ഓള് ഉംറ പോയില്ലേ, ഹജ്ജ് പോയില്ലേ, എന്നാൽ ഞാൻ പോണോ? എൻ്റെ അനിയത്തി പോയില്ലേ, അതുകൊണ്ട് ഞാൻ പോണോ? നിയ്യത്ത് മാറിപ്പോയി. ലാ യതഖബ്ബലുല്ലാഹു മിൻക സർഫൻ വലാ അദ്ല. ഒന്നും സ്വീകരിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ട്. അവസാന കാലഘട്ടത്തിൽ അങ്ങനെ വരുന്ന ആളുണ്ട്. ടൂറിന് വേണ്ടി റസൂലുള്ളാഹിൻ്റെ പ്രയോഗം തന്നെ അതാ. ഹദീസൊന്നും വായിക്കാൻ സമയമില്ല, നീണ്ടുപോയി. ഇന്നും നാളെയും പറഞ്ഞാൽ തീരൂല. പലരും ഹജ്ജിന് വരും. റസൂൽ അവസാന കാലഘട്ടമാകുമ്പോൾ അതിൽ ചിലർ ഇറക്കാൻ വരും, ചിലർ സമ്പാദിക്കാൻ വരും, കച്ചവടത്തിന് വേണ്ടി, തിജാറത്തിന് വേണ്ടി വരും, ചിലർ ടൂറിന് വരും. അള്ളാഹിൻ്റെ റസൂൽ ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളെ ചെറുപ്പകാലം തന്നെ ഹജ്ജിന് പോകുന്ന ആളും ഉംറ പോകുന്ന ആളും വളരെ ചെറുത് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പം ഇത് തുടങ്ങിയേ, ചടപടാ തുടങ്ങിയ പൊന്നിന് വിലയും കൂടി ഫ്ലൈറ്റും കൂടി. അപ്പോൾ ഒന്ന് പൊട്ടിക്കുക, കൊടുക്കുക, പോവുക. ഇപ്പം ഇത് തുടങ്ങിയേ. ഇനി മുമ്പുള്ള ആൾക്ക് അങ്ങനെ സൗഭാഗ്യമൊന്നും ഇല്ലല്ലോ, വളരെ കുറവല്ലേ. അപ്പം നല്ലോണം ആലോചിക്കുക. പരിശുദ്ധമായ മണ്ണാണ്. പോകുമ്പോൾ നീയത്ത് നന്നായിരിക്കണം. വേറെ ആരോ പോയോണ്ട് പോണ്ട. നിന്റെ ദോഷം പൊറുക്കണം, നിന്റെ കൽബ് നന്നാകണം, നീ ഇതിലൂടെ രക്ഷപ്പെടണം. ഉംറക്ക് അങ്ങനെ ഉണ്ട്. സാമ്പത്തികമായി രക്ഷപ്പെടും. കാരണം ഞാൻ നേരത്തെ പറയുമ്പോൾ വിഷയം മാറിപ്പോയതാ. ഉംറൻ്റെ 2 ഗുണം: ഒന്ന് ദോഷം പൊറുക്കും, രണ്ടാമത്തത് അൽ ഉംറത്തു തംഫിൽ ഫഖർ. ഹജ്ജ് ഉംറയും രണ്ടും അങ്ങനെയാണ്. തംഫിയാനിൽ ഫഖർ, അത് ദാരിദ്ര്യത്തെ നീക്കിത്തരും. ദാരിദ്ര്യം ഉണ്ടാവില്ല ഉംറക്ക് പോയാൽ. നല്ല നീയത്തോടെ പോയെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഉറപ്പാണ്, അനുഭവ യാഥാർത്ഥ്യമാണ്. നല്ല നെയ്യത്ത് വേണം. അള്ളാഹു നമുക്ക് നൽകട്ടെ. എന്തിനും അങ്ങനെയല്ലേ? നെയ്യത്തുണ്ടായി ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ ഒരാൾ കിടന്ന് നെയ്യത്തിയത് എനിക്ക് ഉംറക്ക് പോകണം, സാഹചര്യം ഒക്കുന്നില്ല, സാമ്പത്തികമില്ല, ആരോഗ്യമില്ല, കൂലിട്ടി ഹജ്ജിന് പോവാണ്ട് ഹജ്ജിന്റെ കൂലിട്ടി ആളെ ചരിത്രം പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞാൽ നീണ്ടുപോകണോ? പോകുന്നില്ല. ഹജ്ജിന് പോയിട്ടില്ല, എന്നിട്ട് ഹജ്ജിന്റെ കൂലി കിട്ടി. എന്നാ പോയാളെയോ ഒറ്റ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. നീയത്താണ്. ചെയ്യലും ചെയ്യാതിരിക്കലും എന്നല്ല, കൽബിലെ നീയത്ത് നന്നായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉണ്ട് അപ്പുറത്തോട് പോയോണ്ട് ഓളാക്കാട്ടി വലിയ വീടും സൗകര്യം എൻ്റെ അത്ര ഉള്ള. എനിക്ക് ഓള് പോയ എന്നെക്കാട്ടി എന്നാ നോക്കട്ടെ, ഞാൻ ഓളാക്കാട്ടുന്നു ഓളൊന്നല പറ്റുന്ന 2 ഇരിക്കട്ടെ എൻ്റെ വക. നോ, എൻ്റെ എല്ലാ ഇബാദത്തും പൊളിഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യാത്രക്കാ നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. ആ ഒരുക്കം കൽബിനുണ്ടാകണം, നിയ്യത്തിലുണ്ടാകണം. ഈയോടുകൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ഈ ഉംറയോടുകൂടെ ഹജ്ജോടുകൂടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ദോഷമൊക്കെ പുറത്തു തന്ന് അള്ളാഹു ഇന്ന ഏറ്റവും നല്ല ഭാഗത്തേക്ക് കയറ്റിയാൽ പിന്നെ നീ ആ രൂപത്തിലേക്ക് നീ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമിയിൽ ഇങ്ങനൊരു യാത്ര നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇത്ര ശ്രേഷ്ഠമായ ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിനോ? ഇല്ല. മക്കാനെക്കാട്ടും വലിയ ശ്രേഷ്ഠമായൊരു നാട് പിന്നെ ഇല്ലല്ലോ. മദീനയെക്കാളും വലിയ ശ്രേഷ്ഠമായ നാട് വേറെ ഉണ്ടോ? മക്കയല്ലാതെ.
അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എത്രയാ നിസ്കരിച്ച കൂലി? എത്രയാ നിസ്കരിച്ച കൂലി? എത്രയാ? മദീനയില് മക്കത്ത് നിസ്കരിച്ച 10,000 കോടി, 1,00,000 പ്രതിഫലം എല്ലാവരും പറയല്ല. അത് എല്ലാ വിഭാഗത്തിനും കിട്ടുന്ന നിസ്കാരത്തിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. 10,000 കോടി ഒരു റക്കായത്തിന്. മദീനത്തോ 1,00,000. ബൈത്തുൽ മുഖദ്ദസിലോ 1000. 3 പള്ളിയ ലാ തുശദ്ദുദ്ദിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളിയ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി. അവിടത്തേക്ക് ആ പള്ളി എന്ന രൂപത്തിൽ കാണാൻ പോകേണ്ട സ്ഥലം 3 ഉള്ളൂ. അതിനപ്പുറം വേറെ ഇല്ല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ പള്ളി. അല്ലാഹു ഖുദ്സിന് മോചനം നൽകട്ടെ. ആ നാട്ടുകാർക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് വിജയം കൊടുക്കട്ടെ. രണ്ടാമത്തതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മസ്ജിദുൻ നബവി. അതിനേക്കാളും ശ്രേഷ്ഠമാണ് പരിശുദ്ധമായ മക്ക. അപ്പം മക്ക 1, മദീന 2ാം സ്ഥാനം, ബൈത്തുൽ മുഖദ്ദസ് 3ാമത്തെ സ്ഥാനം. ഞാൻ എണ്ണുമ്പോൾ 1 നേരത്തെ എണ്ണിയതാണ്. മക്കേന്ന് ഏത് ഇബാദത്ത് ചെയ്താലും 1,00,000 പ്രതിഫലം. നിസ്കാരത്തിനോ 10,000 കോടി. ആലോചിച്ച് നോക്കി നിങ്ങൾ. പുല്ലൂക്കര പള്ളിയിൽ നിന്ന് അല്ലെ ചെറുപ്പറമ്പിലെ പള്ളിയിൽ നിന്ന് 10,000 കോടി ഒരാൾ നിസ്കരിക്കുന്നു. അവിടെ പോയിട്ട് ഒരാൾ 1 റക്അത്ത് നിസ്കരിക്കുന്നു. ഏതാ ശ്രേഷ്ഠത? അവിടെയുള്ള 10,000 കോടി നിസ്കാരം ജീവിതത്തിൽ നിസ്കരിക്കാൻ കഴിയുമോ? ഇല്ല. ഒരാളെ ജീവിതം കൊണ്ടൊന്നും നിസ്കരിച്ച് തീർക്കാൻ കഴിയില്ല. അത്ര പരിശുദ്ധമായ ഒരു ഭൂമിയിലേക്കാണ്. അവിടെ ചിന്തിക്കാണ്ട് അത്രയും ശ്രേഷ്ഠത കിട്ടുമ്പോൾ ആ ഭൂമിയോട് അനാദരവ് കാട്ടുമ്പോൾ അതിൻ്റെ എതിരുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. പള്ളി എന്ന് ചിന്തിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യുന്നെങ്കിൽ ഭൂമി ലോകത്ത് അല്ലാഹു 3 പള്ളികളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിലെ ശ്രേഷ്ഠമായ പരിശുദ്ധമായ ഹറമിലേക്കാണ് നീ പോകുന്നത്. ആ ചിന്ത നിന്റെ ഖൽബിലുണ്ടാകണം. ആ ചിന്ത നിന്റെ മനസ്സിലുണ്ടാകണം. ആ ചിന്ത നിന്റെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. അങ്ങനെയാകുമ്പോഴേ യഥാർത്ഥ ഉംറയുടെ പ്രതിഫലം നിനക്ക് കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഫഖർ നീങ്ങും, ദോഷം പൊറുപ്പിക്കും. ഇതൊക്കെ കിട്ടണോ? എല്ലാ അപരാധങ്ങളും രക്ഷപ്പെട്ട ഉംറയായിരിക്കണം. അതിനെന്ത് വേണോ? ഉംറനെ പറ്റി നല്ലോണം പഠിക്കണം. ഉംറനെ പറ്റി പഠിക്കണം. കുറേ ആളുണ്ട് ഉംറക്ക് പോവും, ചിലപ്പോൾ അമീറൊന്നും ഇല്ലാണ്ടാ പോവുക. അമീർ ഉണ്ടായിട്ട് തന്നെ തെറ്റെന്ന് മനസ്സിലാക്കണം. അമീറും കൂടെ തന്നെ ക്ലാസ്സും മക്കത്തുനിന്ന് വേറെ ക്ലാസ്സും എല്ലാം എടുത്തിട്ട് പിന്നെയും തെറ്റിക്കുന്നു. അപ്പം ഇതൊന്നും ഇല്ലാതെ പോയാളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയാൽ. ആടെ പോയിട്ട് എന്തെല്ലോ പോയിട്ട് കണ്ടിട്ട് എന്തെല്ലോ ചെയ്തിങ്ങ് വരിക എന്നല്ലാതെ കൂറ ബംഗാളിൽ പോയെന്ന് പറഞ്ഞ പോലെ എന്തെല്ലോ കണ്ടിന്. എന്താ ചരിത്ര പശ്ചാത്തലം? ഉംറന്റെ ഷർത്ത്, ഉംറന്റെ ഫർളെന്ത്, ഉംറന്റെ സുന്നത്തുകളെന്ത്, ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ ചെയ്യുമ്പോഴേ ഞാൻ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ കിട്ടൂ. അതിനെ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാ ക്ലാസ്. ഉംറയ്ക്ക് ബേജാറൊന്നാകാനില്ല. എന്നാ ഉംറയ്ക്ക് ബേജാറാണ്ടേ? ചില ഉമ്മമാർക്ക് ബേജാറെന്താ അറിയാം? ഉസ്താദ് എനക്ക് ചൊല്ലാനൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യാം? ചൊല്ലണ്ട. നീ ബായ്ക്ക് സീല് വെച്ച് ഇനി ഇവിടുന്ന് കൊണ്ടുപോയി. എന്നിട്ട് അവസാന സഫാ മർവക്കടിയിൽ പ്രവേശിച്ച് മുടിയും കൂടി മുറിച്ച് ഉംറ സയ്യാവൂലേ? സയ്യാവും. മണ്ടൽ സർത്തയല്ല. ചൊല്ലാൻ അറിയില്ലെങ്കിലും സാരയില്ല എന്നർത്ഥം. അവള് ചൊല്ലണ്ടെന്നാ? അല്ല. അപ്പൊ ചൊല്ലലൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖൽബ് പരിശുദ്ധാകണം. നല്ല നീയത്തോടെ പോകണം. നല്ലോണം ചൊല്ലി ഷർത്തെല്ലാം പാലിച്ച് നീയത്ത് പോയി വെള്ളത്തിലാണ്. മറ്റോള് പോയോണ്ടാ ഞാൻ പോന്ന്? നോ, ഒരു കാര്യമില്ല. അതുകൊണ്ട്
ഉംറന്റെ ഷർത്ത് ഫർള്. ഉംറക്ക് ഹജ്ജിനൊക്കെ പ്രത്യേകത ഉണ്ട്. സാധാരണ ഫർള് സുന്നത്തല്ലേ നമ്മൾ കേട്ട, ഷർത്ത് ഫർള് സുന്നത്തല്ലേ. ഉംറക്ക് ഒന്നും കൂടി ഉണ്ട്, വാജിബും കൂടിയുണ്ട്. എന്നാ വാജിബ് 2 വാജിബ ഹജ്ജിനും ഉംറക്കും. എന്താ? ഒന്ന്, മീഖാത്തിന്റെ പുറത്തുനിന്ന് മീഖാത്ത് എത്തുന്നതിന് മുന്നേ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യണം. കണ്ട, മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇഹ്റാം ചെയ്യണം. ഇഹ്റാം കെട്ടണ്ട. ചിലർ ഇഹ്റാം കെട്ടാനൊന്നുമില്ല. അങ്ങനെ വിചാരിച്ച് കുറേ ആഴ്ച തുണി ഉടുക്കുന്നതിന് കെട്ടുന്നതിനാ ഇഹ്റാം കെട്ടുക എന്ന് പറയാം. കെട്ടലില്ല, കെട്ടലത്ര നല്ലതല്ല. അപ്പൊ എന്താ? ഇഹ്റാം ചെയ്യ, മീഖാത്ത് എത്തുന്നതിന് മുന്നേ ഇഹ്റാം ചെയ്യണം. അത് വാജിബാത്താണ്. ഈ മീഖാത്ത് വിട്ടുകിടക്കുമ്പോൾ ഒരാള് ഉംറ ഉദ്ദേശിച്ചു കൊണ്ടാണ് വിട്ടുകിടന്നത്. അങ്ങനെയുണ്ട് ചിലർ. ജിദ്ദയിൽ ആരുണ്ട്? മാപ്പിളുണ്ട്, ഭർത്താവ് ജിദ്ദയില. വീടിനെതിരാ പോകുന്നത്. ഞാൻ ഉംറക്ക് പോകുന്ന ഇടക്കൊന്ന് മാപ്പിളിൻ്റെ അടുത്തും പോയിട്ട് വരുമെന്ന്. എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാപ്പിളിൻ്റെ അടുത്തേക്ക് പോവുക. ഉദ്ദേശം എന്നാ? ഉംറ ഉണ്ട്. എന്നിട്ട് ആള് പിന്നെ മാപ്പിളിൻ്റെ അടുത്തെല്ലാം പോയി കുറേ ദിവസം കഴിഞ്ഞിട്ട് ഉംറക്ക് പോവുക. എന്നറോ നിന്റെ ഉംറ സ്വഹീഹാണെങ്കിലും നീ ഒരു മൃഗത്തെ അറുത്തു കൊടുക്കണം. എന്താ കാരണം? മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുന്നേ ഉംറ ഉദ്ദേശിച്ചവൻ ഇഹ്റാം ചെയ്തിട്ടേ പോകാവൂ. മനസ്സിലാക്കിയിട്ടുണ്ടാവൂലേ? ഉംറ ഉദ്ദേശിച്ചവൻ മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുന്നേ ഇഹ്റാം ചെയ്തിട്ടേ പോകാവൂ. അല്ലാതെ പോയാലോ ഒന്നുകിൽ ഓന്റെ മീഖാത്തിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ അതിന് സമാനമായ അത്ര ദൂരെയുള്ള മീഖാത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു 132 കിലോമീറ്റർ എങ്കിലും ഓൻ തിരിച്ചു വന്നിട്ട് തിരിച്ചു പിന്നെയും പോകണം. അത് നിർബന്ധമാണ്. അപ്പൊ ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ജിദ്ദയിലൊക്കെ പോകുന്ന ആളുകൾ ഉംറ ഉദ്ദേശം എടേ ഭർത്താവിനെ കാണല പോരാ, ഇഹ്റാം ചെയ്തിട്ട് പോയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് നേരെ ഉംറക്ക് പോകും. എന്നിട്ടെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭർത്താവിൻ്റെ അടുത്ത് പോയി താമസിക്കുക. അള്ളാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ, അള്ളാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. ഇപ്പൊ എന്തെല്ലാം നമ്മൾ ഉംറക്ക് വേണ്ടേ? ഉംറക്ക് 4 ഫർള്, 5 ഫർള്. എന്നെ കൂടെ ഒന്നും കൂടി കൂട്ടുന്നു മാത്രം ഇല്ല. വേണ്ട 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 ചൂടുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു, ഇഹ്റാം ചെയ്യാം. എന്നാ ഇഹ്റാം ചെയ്യല്? നവൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല. ഞാൻ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു എന്ന് മീഖാത്ത് എത്തുന്നതിന് മുമ്പ് പറയാം. പിന്നെന്താ വേണ്ടേ? നേരെ പോയിട്ട് കഅബക്ക് തവാഫ് ചെയ്യുക 2, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുക 3, മുടി മുറിക്കുക 4. ഇവ ക്രമപ്രകാരം ചെയ്യുക 5. തവാഫിന് മുന്നേ സഅയ് ചെയ്യാൻ പറ്റൂല. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഒരു ബേജാറ് വേണ്ട. വേഗം നിർവഹിക്കാൻ പറ്റുന്ന ഇബാദത്താണ് ഉംറ എന്നുള്ളത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു വേണ്ട വിധത്തിൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഇതാണ് ഫർള്. ഈ കാര്യങ്ങൾ ശരിയാവണ്ണം ചെയ്യണം. ആദ്യം ഇഹ്റാം ചെയ്യാം. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. എന്തല്ല ഇഹ്റാം ചെയ്താൽ പാടില്ലാത്ത? എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാ. ഒന്ന്, പുരുഷന്മാർ തലമറക്കാൻ പാടില്ല. തൊപ്പി ധരിക്കൽ നല്ല സുന്നത്തല്ലേ? പക്ഷെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ ചെയ്തതിന് മുന്നേ തന്നെ തൊപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇഹ്റാം ചെയ്യാവൂ. തലമറക്കുക പാടില്ല. പുരുഷൻ തലമറക്കാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ പുരുഷന് മറ്റൊന്നും കൂടി ശ്രദ്ധിക്കാണ്ട്, ഓൻ കൂട്ടിച്ചേർത്ത് തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അപ്പുറം ഇപ്പുറം കൂട്ടിമുട്ടി അല്ലേ? കുപ്പായം, ബനിയന്, അടിയിലിടുന്നത്, ഇങ്ങനെയുള്ളതൊന്നും ധരിക്കാൻ, പാൻറ് ധരിക്കാൻ പാടില്ല. ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ
ധരിക്കാൻ പാടില്ല, പുരുഷനത് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, 2 തുണി, ഒന്ന് പുതക്കാൻ ഒന്ന് ഉടുക്കാൻ, അങ്ങനത്തെ 2 ജോഡി ഉണ്ടാണ് ഇടക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെയോ സ്ത്രീ, ഇനി സ്ത്രീയാ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീ മുഖം മറക്കാൻ പാടില്ല. സ്ത്രീ മുഖം മറക്കാൻ പാടില്ല. മുങ്കയ്യും മറക്കാൻ പാടില്ല. മുങ്കൈ ഈ മണിക്കട്ടുന്ന ഇപ്പുറത്തുള്ളത് മറക്കാൻ പാടില്ല. ഇത് രണ്ടും സ്ത്രീ ഒരു നിലക്കും മറക്കാൻ പാടില്ല. അപ്പൊ ആണുങ്ങൾ തൊപ്പിയും കൊണ്ടുവരണം, മുഖം മറക്കുന്നതും കൊണ്ടുവരണം എന്നാണോ? അല്ല. എപ്പോഴാ പറ്റാത്തത്? ഈർന്ന് പോകുന്ന മുതൽ തിരിച്ചു വരുന്നവരെ എന്നാണോ? അല്ല. മനസ്സിലാക്കണേ, ഇഹ്റാം ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഒഴിവാക്കി ഇഹ്റാം ചെയ്തത് മുതൽ ഒരു ഉംറ ചെയ്ത് അഥവാ തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് മുടി മുറിക്കുന്നവരെ ക്ലോസ്, പിന്നെ എല്ലാം ചെയ്യാം, പാടില്ലാത്തതൊക്കെ ചെയ്യാം. അപ്പൊ തൊപ്പി കൊണ്ടുവരണം, അല്ലാത്ത സമയത്ത് ധരിക്കാൻ വേണ്ടി, ഇഹ്റാമിൻ്റെ അവസരത്തിൽ അല്ലാത്ത സമയത്ത് ധരിക്കാൻ വേണ്ടി. സ്ത്രീകളും അങ്ങനെ മുഖം മൂടി കൊണ്ടുവരണോ? എപ്പോ? ഉംറയല്ലാത്ത സമയത്ത്, ഇഹ്റാമിലല്ലാത്തപ്പോൾ ധരിക്കാൻ വേണ്ടി വേണം. ഇതിനടുത്ത് എണ്ണ തേക്കൽ, താടിയിലോ തലമുടിയിലോ എണ്ണ തേക്കൽ. ശരീരത്തിൽ എണ്ണയേക്കുന്നതുകൊണ്ട് സാരിയില്ല. അപ്പൊ കൊയമ്പ് മേത്തൊക്കെ തടാം, ഇവിടെ പറ്റൂല, തലക്കും പറ്റൂല, താടിക്കും പറ്റൂല, എണ്ണ തേക്കാൻ പാടില്ല. അപ്പോ ചിലപ്പോ അല്ലേ മറ്റേ വൈദ്യം കൊടുത്ത എണ്ണ ഉണ്ടാവും, ഉസ്താദേ ചെമ്പത്തിയാതി എണ്ണ ഞാൻ 10 കൊല്ലായി തേക്കുന്നതാണ്, ഒരു രക്ഷയില്ല. പ്രശ്നമൊന്നുമില്ല, തേച്ചാൽ അർത്ഥം കൊടുക്കേണ്ടി വരും, പ്രശ്നമാടിയാണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ തലയിൽ എണ്ണയേക്കാൻ പാടില്ല, താടിയിൽ എണ്ണയേക്കാൻ പാടില്ല. എല്ലാവരും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നല്ല മണമുള്ള സോപ്പ്, മണമുള്ള എണ്ണകൾ, മണമുള്ള ക്രീമുകൾ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. മണമുള്ള പേസ്റ്റുകൾ, മണവുമില്ല സാരിയില്ല, മണമുള്ളതാവരുത്, സുഗന്ധമുള്ളതാവരുത്. പിന്നെയോ നഖമോ മുടിയോ നീക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി പറിക്കുക, താടി പിടിച്ചു വലിക്കുക, എന്നിട്ട് ഇതിങ്ങ് വന്നു, പറ്റൂല, ചെയ്യാൻ പാടില്ല. ചെയ്താലെന്താ ശേഷം നമ്മൾ പറയുന്നുണ്ട്. വികാരത്തോടെയുള്ള നോട്ടം പാടില്ല. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു റൂമിലാണെങ്കിൽ ഇഹ്റാമിന്റെ വേളയിൽ ഇവർക്ക് പോയാൽ പറ്റൂല എന്നല്ല, ഇഹ്റാം ചെയ്ത് മുടി കളയുന്നത് വരെ ജിമാവ് പാടില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ചാക്കാത്ത. നിക്കാഹും പാടില്ല, നിക്കാഹ് ചെയ്തു കൊടുക്കാനും പാടില്ല. വേട്ടമൃഗങ്ങളെ വേട്ടയാടൽ, ചെടിത്തലപ്പുകൾ വെട്ടൽ, അത് നമ്മൾ ചെയ്യില്ല സാധാരണ, എന്നാൽ അതൊന്നും പാടില്ല. ഈ കാര്യങ്ങൾ ഇഹ്റാം ചെയ്താൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് ഉസ്താദ് വയ്യ വിശദീകരിക്കൂ. നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്നാണ്. എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യാം. അപ്പോൾ ഇഹ്റാം ചെയ്യുന്ന ഡ്രസ്സ് എയർപോർട്ടിലേക്ക് കൊണ്ടുവരണം. വലിയ വേഗം വിടും. എമിഗ്രേഷൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക. അപ്പോൾ വലിയ വേഗം വിടും, ചെറിയ ബാഗിൽ കൊണ്ടുവരണം. ഇനി മാറ്റിയിട്ട് നേരത്തെ വരികയാണെങ്കിൽ സാരിയില്ല. ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഇനി ഇഹ്റാമിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഹ്റാമിൻ്റെ ശേഷം വരാൻ പാടില്ലാത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇഹ്റാമിന് ശേഷം, ഇഹ്റാമിന് മുന്നേ നമ്മൾ ചെയ്യൽ സുന്നത്തുള്ളത് എന്താണ്? മുടി നീക്കൽ. മുടിയൊക്കെ കച്ചം, അതുപോലെ തന്നെ ഗുയസ്ഥാനം എന്നിവയിലെ മുടികളൊക്കെ നീക്കം ചെയ്യുക സുന്നത്താണ്. അതുപോലെ തന്നെ നഖം മുറിക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഇഹ്റാമിൻ്റെ മുന്നേ ഇഹ്റാമിൻ്റെ കുളിക്കൽ, അത് നമ്മൾ വീട്ടിൽ നിന്ന് കുളിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വഴി ശരിക്കും ഉസ്താദ് വിശദീകരിച്ചു തരും. ഇഹ്റാമിൻ്റെ കുളി വീട്ടിൽ നിന്ന് കുളിക്കണം. അപ്പം ഇഹ്റാം ചെയ്യുന്നതിന് മുന്നേ എയർപോർട്ടിൽ കുളിക്കാൻ സ്ഥലമില്ല, സൗകര്യമില്ല. അപ്പം വീട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യണത് ഇഹ്റാമിൻ്റെ കുളിയെ ഞാൻ വീട്ടിൽ നിന്ന്, ഇഹ്റാമിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. പിന്നെയോ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കൽ പ്രത്യേകമായ സുന്നത്താണ്.
അത്തർ പൂശൽ, സുഗന്ധം പൂശൽ. നേരത്തെ എന്താ പറഞ്ഞേ? ഇഹ്റാമിന് ശേഷം സുഗന്ധം പൂശാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഇഹ്റാമിന് മുന്നേ പൂശാം. ശരീരത്തിലാണ് സുന്നത്ത്. ശരീരത്തിൽ പെട്ട ആ സുഗന്ധം നമ്മൾ ഇഹ്റാം ചെയ്താലും നിലനിൽക്കുന്നുണ്ട്, സാരയില്ല. വസ്ത്രത്തിൽ പെരട്ടണ്ട. വസ്ത്രത്തിൽ പെട്ടുമ്പോൾ പ്രശ്നമുണ്ട്. വസ്ത്രത്തിനും ഇഹ്റാമിന് മുന്നേ പെരട്ട. പക്ഷെ ആ വസ്ത്രം തിരിച്ചു കൊടുക്കുമ്പോൾ രണ്ടാമത് സുഗന്ധം പൂശുന്ന പ്രശ്നം വരും. അതുകൊണ്ട് ഇമാമികൾ പറഞ്ഞു വസ്ത്രത്തിൽ പൂശൽ കറാഹത്താണ്, ശരീരത്തിൽ പുരട്ടൽ സുന്നത്താണ്. അല്ലാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. ശ്രദ്ധിക്കുക. പിന്നെ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് നമ്മളൊക്കെ ഉണ്ടാവും, ഒന്നിച്ചുണ്ടാവും. അപ്പൊ പറഞ്ഞുതരും, ബേജാറാണ്ടേല. ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നിസ്കാരത്തെ ശ്രദ്ധിക്കാണ്ടേ എന്താ? ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയ്ക്ക് ശേഷം കുല്യായിൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു ഓതുക. എന്നിട്ട് അത്തഹിയ്യാത്ത് സലാം പെട്ട ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. മനസ്സിലായിട്ടുണ്ടാവൂലേ? അത് ചെയ്യാം. അതിന്റെ ക്രമ ഉസ്താദ് ഒന്നും കൂടി വിശദീകരിച്ചു തരൂ. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ വോയിസ് നിങ്ങളെ വാട്സപ്പിലുകൾ വിടുന്നതാണ്. അപ്പൊ ഇഹ്റാമിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം സുന്നത്താണ്, അത് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പം പറഞ്ഞത് നഖം മുറിക്കുക, മുടികൾ നീക്കം ചെയ്യുക, കുളിക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ വീട്ടിലാണ്. ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം നമ്മൾ ഇഹ്റാം ചെയ്യുക എവിടുന്ന? എയർപോർട്ടിൽ നിന്നാണ്. കാരണം എയർപോർട്ടിന്റെ കാര്യത്തിൽ എന്താ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പ്രത്യേകമായ സൗകര്യമുള്ള സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക. ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അപ്പം നമ്മളെന്താ പറഞ്ഞ? ഇപ്പോൾ ഉംറന്റെ 1ാമത്തെ ഫർള് എന്താ പറഞ്ഞ? ഇഹ്റാം ചെയ്യൽ, നിയ്യത്ത് ചെയ്യൽ അല്ലേ? രണ്ടാമത്തത് ത്വവാഫ് ചെയ്യൽ. രണ്ടാമത്തെ ഫർള് ത്വവാഫ് ചെയ്യലാണ്. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തെല്ലാം ശ്രദ്ധിക്കണ്ടേ? ഉംറയിൽ വുളൂഗ് നിർബന്ധമായ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. എവിടെയുള്ളൂ? തവാഫിൽ മാത്രം വുളൂഗ് വേണം. മനസ്സിലായിട്ടാവൂലേ? ഉംറയിൽ ഇഹ്റാം ചെയ്യുമ്പോൾ വുളൂഗ് വേണം, നിർബന്ധമില്ല. സൈ ചെയ്യുമ്പോൾ വുളൂഗ് വേണം, നിർബന്ധമില്ല. മുടി മുറിക്കുമ്പം വുളൂഗ് വേണം, നിർബന്ധമില്ല. ഒറ്റ സമയത്ത് മാത്രം തവാഫ് ചെയ്യുമ്പോൾ ശുദ്ധി നിർബന്ധമാണ്. വുളൂഗ് ഉണ്ടാകണം. ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. നമ്മൾ നേരത്തെ വാട്സപ്പിലൊക്കെ വിട്ടിട്ടുണ്ട്. നേരത്തെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാകുന്ന സഹോദരിമാർ ഗുളികയെ കുടിച്ച് നേരത്തെ ഡോക്ടറെ കണ്ട് അവർ പറയുന്ന അതേ സമയത്ത് തന്നെ ഗുളിക കുടിക്കണം. ഗുളിക മാറിപ്പോകരുത്, സമയം മാറാൻ പാടില്ല, ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. പിന്നെ അവിടെ വന്ന് കരയേണ്ടി വരും. ഇനി ആടി ശ്രദ്ധിക്കാണ്ട് ഒരാൾക്ക് ആ സമയത്ത് എന്തില്ല, നിസ്കാരം പൊരിക്കാൻ പറ്റാത്ത മെൻസസിന്റെ അവസ്ഥയൊന്നല്ല, എന്നാ ഗുളിയൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ വന്നുപോയി എന്നാ ബേജാറ് വേണ്ട, അവിടെയും ശ്രദ്ധിക്കാണ്ട്. എത്രയോ പെണ്ണുങ്ങളുടെ അവിടെ വന്ന് കരയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, ചില പെണ്ണുങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു, എൻ്റെ ഉസ്താദെ ഞാൻ ഇത്ര വലിയ മോശക്കാരിയാ. ഞാൻ ചോദിച്ചെന്താ? ഞാൻ ഇവിടെ വന്നിട്ടല്ലേ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാണ്ടായിപ്പോയേന്ന്. ബേജാറാണ? മഹദിയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിനോടൊപ്പം ഹജ്ജിന് വരികയാണ്. ഉംറക്കുമല്ല, ഹജ്ജിന് വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജിന് വന്നു. ഹജ്ജത്തുൽ വിദാഅ്, അള്ളാന്റെ റസൂലിന്റെ വിടവാങ്ങൽ ഹജ്ജിന്റെ സമയത്ത് അള്ളാന്റെ ഹബീബിന്റെ കൂടെ ആയിഷ റളിയല്ലാഹു അൻഹ വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉംറയിലേക്ക് പ്രവേശിച്ചു. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തിട്ടുണ്ട്. അനമിൻ അഹല്ല ലിൽ ഉംറ, ഞാൻ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ആളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അനമിമ്മൻ അഹല്ല ലിൽ ഉംറ, ഞാൻ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത കൂട്ടത്തിൽപ്പെട്ട ആളാണ്.
പക്ഷേ ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി വന്നപ്പോ എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് അറഫന്റെ രാത്രിയായിരുന്നു. നാളെ അറഫ, ഇന്നാണ്. ഞാൻ എൻ്റെ ശുദ്ധി ശരിയാകും, എനിക്ക് ശുദ്ധിയായി ഉംറ പൂർത്തീകരിച്ച് ഹജ്ജിലേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടപ്പോ എൻ്റെ കൽബിന് വല്ലാത്ത വേദനയുണ്ടായി. ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. എൻ്റെ കരച്ചിൽ കണ്ടപ്പോ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹദിയാകുന്ന ആയിഷാനോട് ചോദിക്കുകയാണ്, അല്ല ആയിഷ, നുഫിസ്തി, എനിക്ക് ഹൈലുണ്ടായോ, നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയായോ? നിഫാസ് ഉണ്ടായോ എന്നല്ല അർത്ഥം. എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഹൈദിന്റെ അവസ്ഥയായോ? അള്ളാന്റെ നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബിയേ, ഞാൻ എൻ്റെ ഉംറ പൂർത്തീകരിച്ചിട്ടില്ല, ഹജ്ജിന്റെ ഇഹ്റാം ചെയ്യാൻ സമയവുമായിട്ടുണ്ട്, ഞാനെന്ത് ചെയ്യുമെന്ന് മഹദിയാകുന്ന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അള്ളാന്റെ ഹബീബിനോട് കരഞ്ഞങ്ങ് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബ് പറയാണല്ല, ആയിഷ, നീ എന്തിനാണ് കരയുന്നത്? ഇന്നല്ലാഹ കതബ അലാ ബനാതി ആദം, ഇന്നല്ലാഹ കതബഹ അലാ ബനാതി ആദം. എന്തിനാ ആയിഷ കരയുന്നത്? ഇത് ആദമിന്റെ മക്കളാകുന്ന പെൺമക്കൾക്കെല്ലാവർക്കും അള്ളാഹു കണക്കാക്കിയ ഒരു പ്രതിഭാസമല്ലേ? നീ എന്തിനാ കരയുന്നത്? ഇതിനൊക്കെ പരിഹാരമില്ലേ ആയിഷ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വാന്തനിപ്പിക്കുകയാണ്. അള്ളാഹു ഉൾക്കൊള്ളുന്ന കൽബ് നൽകട്ടെ. ചില സഹോദരിമാരുണ്ട്, അവിടെ വന്നിട്ട് ഇങ്ങനെ കരിയാണ്. അവരോടൊക്കെ പറയാൻ, നേരത്തെ പറയാൻ, അവിടെ ഒന്നും നമ്മൾ സമാധാനിപ്പിക്കാറുണ്ട്. ഈ കഥ പറഞ്ഞിട്ട് ഒരു പേടിയും പേടിക്കണ്ട. അള്ളാന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്ത അള്ളാന്റെ റസൂലിന്റെ സഹധർമ്മിണിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹക്ക് പോലും അങ്ങനെയുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവസാനം അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നീ മുടി മുറിച്ച് തഹല്ലുലാകണം. എന്നിട്ട് ഉംറ പോയി. ഉംറക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഒരു പശുവിനെ അറുത്തു കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി പശുവിനെ അറുത്തു കൊടുത്തു, ബഖറത്തിനെ. എന്നിട്ട് ആങ്ങളയാകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ തങ്ങളെ വിളിച്ചിട്ട് പറയാണ്, അബ്ദുറഹ്മാൻ, പെങ്ങളെ കൂട്ടിയിട്ട് ഈ തൻഈമിൽ പോയിട്ട് ഏറ്റവും അടുത്തുള്ള ഹറമിന്റെ പുറത്തുള്ള സ്ഥലമാണ്, ഹില്ലാണ് തൻഈം. അവിടെ പോയിട്ട് നീ ഇവളെ കൊണ്ട് ഇഹ്റാം ചെയ്യിപ്പിക്കണം. ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ട് തൻഈമിൽ പോയി ഇഹ്റാം ചെയ്തു. അന്ന് മുതലാണ് ആ പള്ളിക്ക് ആയിഷ പള്ളി എന്ന് പേര് വന്നേ. അന്ന് പള്ളി ഉണ്ടായിട്ടല്ല, അതിന് ശേഷം എടുത്ത പള്ളിയാണത്. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഹജ്ജത്തുൽ വദാഇൽ വന്നിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി, ഹജ്ജ് കഴിഞ്ഞിട്ടേ ഉംറ മുടി മുറിച്ച് തഹല്ലുലായി. എന്നിട്ട് വേഗം ഹജ്ജിന് ഇഹ്റാം കിട്ടാൻ പറഞ്ഞ് ഹജ്ജിന് ഇഹ്റാം കിട്ടി. ഹജ്ജിലേക്ക് പ്രവേശിച്ചു. ഹജ്ജൊക്കെ തീർന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ്, ഇത് അബ്ദുറഹ്മാൻ ഔഫിനെയും കൂട്ടിയിട്ട് പോയിക്കോ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് പോയി. എന്നിട്ട് ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് ഉംറ വീണ്ടും നിർവഹിച്ചു. അന്ന് മുതലാണ് ആയിഷ പള്ളി എന്ന് പേര് വന്നേ. തൻഈം, ഇൻഷാ അല്ലാഹ് തൻഈമിലൊക്കെ കുറേ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് അപ്പം പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ചരിത്രമുണ്ട്, തൻഈമിൻ്റെ ചരിത്രമൊക്കെ പറയാനുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയൊന്നും പേടിക്കേണ്ടില്ല. അങ്ങനെ വന്നുപോയാൽ ബേജാറാകണ്ട. വന്നു പോയി എന്ന് വിചാരിച്ച് അങ്ങനെ ബേജാറായിട്ട് വന്നു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ബേജാറൊന്നും ആണ്ട. അള്ളാഹു എന്താണ് അള്ളാഹ് നമ്മൾ പരമാവധി പരിശ്രമിച്ചോ, ശ്രദ്ധിച്ചോ, ഗുളിയൊക്കെ വേണ്ട പോലെ കുടിച്ചോ.
അപ്പോ ത്വവാഫിന് ശുദ്ധി ഉണ്ടായിരിക്കണം. ഹജ്ജിനായാലും ഉംറക്കായാലും എല്ലാ കർമ്മം ചെയ്യാം. ആയിഷബിനോട് റസൂൽ പറഞ്ഞു, ഗൈറ അല്ലാ തതൂഫി, നീ എല്ലാം ചെയ്തോ, ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത്, നീ കാബത്തിങ്കൽ പോയി തവാഫ് ചെയ്യാൻ പാടില്ല. ഹൈദ് നിഫാസ് ഉണ്ടാവുമ്പോൾ, ശുദ്ധിയില്ലാണ്ടിരിക്കുമ്പോൾ. ബാക്കിയൊക്കെ ചെയ്യാം, ബാക്കി ഒരു കർമ്മത്തിനും പ്രശ്നമില്ല. പള്ളിയിലേക്ക് കിടക്കരുത്. ഹജ്ജിൻ്റെ കർമ്മത്തെക്കുറിച്ച് ആയിഷബിനോട് പറഞ്ഞു, ശുദ്ധിയില്ലാണ്ട് പള്ളിയിൽ കിടക്കരുത്, ശ്രദ്ധിക്കണം. അപ്പം ഉംറ ചെയ്യുമ്പോൾ വുളൂ വേണ്ടത് എവിടെ വേണ്ടു? തവാഫിൽ മാത്രം. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ കാബക്ക് തവാഫ് ചെയ്യുമ്പോൾ വുളൂ ഉണ്ടായിരിക്കണം. അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇനി വുളൂ എടുത്ത് ചിലപ്പം പെണ്ണുവാണല്ലോ ഒന്നിച്ചാൽ തവാഫ് ചെയ്യുക, ആരെങ്കിലും വന്ന് നമ്മളെ തൊട്ടാലോ? തൊടപ്പെട്ട ആളെ വുളൂ മുറിയില്ല എന്ന് നമ്മളെ ഷാഫി മദ്ഹബിലൊരു അഭിപ്രായം നമ്മൾ എടുക്കണം. വുളൂ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നടക്കുക, ഗ്രൂപ്പ് അങ്ങ് പോവും. മനസ്സിലായിട്ടില്ല? ഗ്രൂപ്പ് എല്ലാവരും ഒന്നിച്ച് പോവുകയാണ്. ആടി ശ്രദ്ധിക്കാണ്ടേ, ഇടക്ക് പോകുമ്പോൾ പറഞ്ഞിട്ടേ പോവാൻ പാടില്ല. ഇടക്ക് അഥവാ പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് അമീറിൻ്റെ സമ്മതത്തോട് കൂടെ മാത്രമേ ഇടയിൽ പോകാൻ പാടുള്ളൂ. ചിലരെന്ത് ചെയ്യും, വുളൂ മുറിഞ്ഞ് ഒരൊറ്റ പോക്കം പോകും. ഓളെ പോയിട്ട് വെയ്യെല്ലാം തെറ്റി പിന്നെ ഓളെ കാണില്ല. ഓളെ കാത്തിക്കാൻ പറ്റുമോ? നോ, കാത്തിക്കാൻ പറ്റൂല. കാരണം അവിടെ കാത്തിക്കുന്ന സൗകര്യമില്ല, പോലീസ് വന്നിട്ട് ഓടിക്കും. പ്രത്യേകിച്ച് കൂട്ടമായിട്ട് പ്രത്യേക തട്ടത്തോടൊക്കെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കേരളക്കാർ ഉപയോഗിക്കും. അപ്പം നമുക്കങ്ങനെ നിൽക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് വുളൂ മുറിയുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാ പോകുന്ന വുളൂ മുറിയെങ്കിൽ പോയി എന്നെ പിന്നെ രക്ഷയൊന്നുമില്ല. തൊട്ടുപോയിട്ട് വുളൂണ്ട പോകുന്നേ ബേജാറാകണ്ട. ഇങ്ങോട്ട് ആരെങ്കിലും തൊട്ടതാണെങ്കിൽ നമ്മുടെ മദ്ഹബിലെ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം നമ്മൾ തൊടപ്പെട്ട ആൾ, അവരെല്ലാം ഇങ്ങോട്ട് തൊട്ടാളെ വുളൂ മുറിയും, തൊടപ്പെട്ട ആളെ വുളൂ മുറിയില്ല, നമ്മൾ തൊട്ടിട്ടില്ലാലോ. ഇനി അങ്ങോട്ട് തൊട്ടുപോയി എന്ന് വെച്ചോ, എന്നാലും ബേജാറാകണ്ട. ഹനഫി മദ്ഹബില് പെണ്ണിനെ തൊട്ടാ വുളൂ മുറിയിലാണ്. അവിടെ നിന്ന് നമുക്ക് ഏതായാലും ഇനി ആ അഭിപ്രായം ഇവിടെ പിടിച്ചാക്കരുത്. ഭാര്യയായാലും ഏത് പെണ്ണായാലും പെണ്ണിനെ തൊട്ടാൽ വുളൂ മുറിയൂല. പെണ്ണ് തൊട്ടാലും പെണ്ണിനെ അങ്ങോട്ട് തൊട്ടാലും വുളൂ മുറിയൂല. ആ അഭിപ്രായത്തെ മാനിച്ചിട്ട് തൽക്കാലം നമ്മൾ വുളൂ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. കാരണം അങ്ങനെ എടുക്കലേ പറ്റൂ. എങ്ങനെയാലും വന്ന് തൊട്ടോട്ടിക്ക് വുളൂ എടുക്കൊണ്ടിരുന്നാൽ പിന്നെ ഇതിൻ്റെ തവാഫ് കണക്കലുണ്ടാവില്ല. അതുമാത്രമല്ല, ഗ്രൂപ്പിലെ ബാക്കിയുള്ള ആളങ്ങ് പോകും. നമ്മളെ കൂടെയുള്ള ചങ്ങാതിമാർ ഗ്രൂപ്പുകാർ പോകുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിൽ കുറച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനത്തെ അടുത്തൊക്കെ ഫുഖഹാക്കൾ മസല പറയുന്നുണ്ട് അല്ലേ? യാത്ര പോകുന്നിടത്ത് പലപ്പോഴും ഇളവുകൾ കൊടുക്കുന്നുണ്ട്. എന്ത്? ചങ്ങാതിമാർ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒറ്റക്കായി പോകും. അങ്ങനെ മസല പലതിലും മാറ്റമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മനസ്സിൽ കരുതി വുളൂ കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണത്. ഹനഫി മദ്ഹബ് പ്രകാരമാണ് ഞാൻ വുളൂ. അപ്പം എന്ത് വേണോ? തല മുഴുവനങ്ങ് തടവുക. നാലിലൊന്നെങ്കിലും തടവണമെന്നാണ്. തല മുഴുവനങ്ങ് തടവുക. നമ്മളെ ഈ തൊട്ടിയിട്ടില്ല ഒരു അങ്ങനെ മദീനയെ ഷാഫി മദ്ഹബ് പറഞ്ഞിട്ട് നമ്മളെന്താ ഈ അങ്ങനെയേ ചെയ്യൂ, ഒന്ന് തൊട്ടിട്ടില്ല. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ തലാടേണ്ടേ? വുളൂ കൊടുക്കുമ്പോൾ തല മുഴുവനും അങ്ങനെ തന്നെ പരിശ്രമിക്കുക. എപ്പോഴും അത് സുന്നത്താക്കി ദായിമാക്കുക, നല്ല കാര്യമാണ്. അപ്പോ വുളൂ ഉണ്ടായിരിക്കുക തവാഫിന്റെ ഷർത്താണ്. വുളൂ ഉണ്ടായിരിക്കുക. 2, നജസിൽ നിന്ന് ശുദ്ധിയാവണം. നജസ്സൊന്നും ഉണ്ടാകാൻ പാടില്ല. കുട്ടിനെയൊക്കെ എടുക്കുന്ന ആളുകൾ പമ്പേഴ്സിൽ, കുട്ടിൻ്റെ പമ്പേഴ്സിൽ നജസോ മൂത്രോ കാഷ്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ശ്രദ്ധിക്കണം. പിന്നെയോ ഔറത്ത് മറക്കുക. പെണ്ണും ആണും ഔറത്ത് മറക്കണം. ആണിൻ്റെ ഔറത്തെന്ന മുട്ടുപൊക്കിൻ്റെ ഇടയിൽ നമ്മൾ തുണി എടുത്തിട്ടുണ്ടല്ലോ, അതല്ല. പെണ്ണുങ്ങളതോ മുഖവും മുങ്കയും ഒഴികെ ബാക്കിയെല്ലാം മറക്കണം. അപ്പോൾ പ്രത്യേകിച്ച് പർദ്ദ നല്ല ലൂസൊക്കെ ഉണ്ടെങ്കിൽ നല്ല കയ്യുറ എന്നതിന് പറയാം, പട്ട എല്ലാം വെച്ചിട്ട് റെഡിയാക്കണം. അല്ലെങ്കിൽ പർദ്ദ തന്നെ നല്ല കുടുക്കൻ്റെയൊക്കെ റെഡിയാക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ നല്ല ശരിയാക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, മുഖം മറക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. മുഖം എവിടെയാ? മുഖത്തിൻ്റെ അതിർത്തി വീതി പറഞ്ഞാൽ 2 ചെവിൻ്റെ ഇടയിലാണ്, ചെവിക്കുറ്റിൻ്റെ ഇടയിലാണ്. നീളത്തിൽ പറഞ്ഞാൽ നമ്മളെ മുടിമുളച്ച, സാധാരണ ആളുകൾക്ക് മുടിമുളച്ച സ്ഥലം മുതൽ താടിയെല്ല് വരെയാണ്. ഇതാ മുഖം. അപ്പോൾ എന്തിനങ്ങനെ പറഞ്ഞതറിയാം? പെണ്ണുങ്ങൾ ഏടിയാ തട്ടം കുത്തുക, ഈ തൊണ്ടക്കല്ലേ കുത്തുക, അല്ലേ? ഇവിടെയല്ലേ കുത്തുക?
അല്ലേ? അല്ലേ? അട കുത്തരുത്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെയായി, ഇവിടെയാകരുത്, ഇവിടെ കുത്തണം. ഇങ്ങനെ വരാം. കാരണം ഇത് ഔറത്താണ്. മനസ്സിലായില്ല? ഇത് മുഖത്തിൽപ്പെട്ടതല്ല. നമ്മൾ നിസ്കരിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം. നിസ്കരിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇവിടം വരെ മുഖമുള്ളൂ. അപ്പോൾ ഇത് കുത്തുമ്പോൾ ഇവിടെ കുത്തണം. ഇതവിടെ. ഇത് ഔറത്താണ്. നിസ്കാരവും ബാത്തിലാവും, തവാഫും ബാത്തിലാവും. മനസ്സിലായിട്ടുണ്ടാവൂലേ? എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഔറത്ത് മറക്കുക. മുഖവും മുങ്കയ്യല്ലാത്ത എല്ലാം, ഷോക്സ് ഇടാത്ത പെണ്ണുങ്ങൾ അവിടെ കാണും. നമ്മളത് നോക്കിയിട്ട് ഷോക്സ് ഇടാണ്ട് പോകരുത്. ഷോക്സ് നിർബന്ധമാണ്. തവാഫ് ബാത്തിലായി പോകും. തവാഫ് ബാത്തിലായാലോ ഉംറ ബാത്തിലായി പോകും. ഉംറ ബാത്തിലായിട്ട് മുടി മുറിച്ചാലോ ഇടങ്ങാറായി. പിന്നെ അടുത്ത ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെയോ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തു നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. തവാഫിന്റെ ആരംഭം ഇടുന്ന ഹജറുൽ അസ്വദ് മുതലാണ് ആരംഭം. ഹജറുൽ അസ്വദിന്റെ മുന്നേ തന്നെ നിയ്യത്ത് വെക്കൽ, ഉംറന്റെ ഭാഗമായിട്ട് നിയ്യത്ത് വെക്കൽ ഷർത്തൊന്നുമില്ല. നമ്മൾ തവാഫ് പല വിധമുണ്ട്. വെറുതെ തവാഫ് ചെയ്യൽ 50 വക്ത് തവാഫ് ചെയ്താൽ 50 വട്ടം തവാഫ്. 50 വട്ടം എന്ന് പറഞ്ഞാൽ 7 വട്ടം ചുറ്റിയാൽ ഒരു തവാഫ്. അങ്ങനെ 50 തവണ 50 57 350 വട്ടം ചുറ്റിയാൽ ഒരുപാട് ശ്രദ്ധകൾ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഉംറക്ക് പോയാൽ ആവൂലേ, ഹജ്ജിനൊക്കെ പോയാലേ ആവും. വെറുതെ വെയിൽ കൊണ്ടിട്ട് ഇടങ്ങാറായിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുത്തുണ്ടാവില്ല. അതും ശ്രദ്ധിക്കാണ്ട് നല്ല ശ്രദ്ധയാണ്. അത് അതിനായിട്ട് വേറെ ചുറ്റൊന്നുമില്ല. നമ്മൾ ഉംറന്റെ ഭാഗമായി ഹജ്ജിന്റെ ഭാഗമായി അങ്ങനെ മതി. അതും ശ്രദ്ധിക്കണ്ടേ. ഒറ്റത്തവണ പോയാൽ തന്നെ 50 ആണോന്നില്ല. ഓൻ്റെ ജീവിതത്തിൽ 50 തവണയാമേ. പല ഉംറക്ക് കുറേ വട്ടം പോയി എന്നിട്ട് 50 ആക്കി മതി. ഹജ്ജിന് പോയി ഉംറക്ക് പോയി അങ്ങനെ മതി. ഒറ്റ പോക്കിന് 50 ആണോന്നില്ല. അതിന് വലിയ ശ്രദ്ധ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാൾ പഠിപ്പിക്കുന്നുണ്ട്. ദോഷം അല്ലാഹു പുറത്തേരും. അപ്പം അങ്ങനെ കാമത് നിയ്യത്ത് നിർബന്ധമാണ്. ഞാൻ തവാഫ് ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്യും. സുന്നത്തായ തവാഫ് ചെയ്യുന്നു. ഉംറയിലാകുമ്പോൾ ഉംറന്റെ തവാഫ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. മനസ്സിലായിട്ടുണ്ടാവൂലേ? അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് തുടങ്ങുക. അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് അതിൻ്റെ മുന്നേ ആയിട്ട്, തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിയ്യത്ത് ചെയ്യുക. ഉംറന്റെ തവാഫ് അത് നമ്മൾ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് കഅബ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു തരും. അതെല്ലാം നമ്മളെ കൂടെ തന്നെ ചെയ്താൽ മതി. ഒന്നും ബേജാറാണ്ടില്ല. എന്നാലും നേരത്തെ ഒന്ന് പറയണമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ആയിപ്പോകരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഹജറുൽ അസ്വദിന്റെ മൂലയും തുടങ്ങുക. പിന്നെയോ കഅബ ഇടത് വശത്താകിയിട്ട് ചുറ്റണം. കഅബ നോക്കിയിട്ടല്ല. നമ്മൾ കഅബ ഈ ഭാഗത്താണെങ്കിൽ കഅബന്റെ ഇടത് ഭാഗത്തായിട്ട്. ഇതാ ശ്രദ്ധിച്ചോ. ഇതാണ് കഅബ. കണ്ടില്ലേ? ഇത് നമ്മളെ കുട്ടികൾ അൽഹംദുലില്ലാ എൻ്റെ ഇടയിൽ പറയാണ്. ഞാൻ ക്ലാസ് ഇവിടെ വെക്കാൻ കാരണം മെഹറൂക്ക ചോദിച്ചിന് പുല്ലൂക്കര വെച്ചൂടെ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അങ്ങനെ വെക്കാം. ഇവിടെ വെക്കാൻ കാരണം നമ്മളെ ഈ കോളേജിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഈ മെമ്പറ എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ, ജമാലിയ എന്ന് പേര് വന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റെതല്ല. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ തരുന്ന പൈസയൊക്കെ ഈടിയും കൂടി കിട്ടുന്ന രൂപത്തിലാണ്. അള്ളാഹു അതിൻ്റെയൊക്കെ ഫലം നൽകട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽസുകാർ തിന്ന് ചെയ്യുക അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ഉസ്താദേ ചിലർ കുറക്കാനൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുറക്കാൻ പറയില്ലായിരിക്കും അല്ലേ? അപ്പോൾ നോക്ക്. പിന്നെ നമ്മളെ കുട്ടികളുണ്ടാക്കിയ ജമാലിയ അറബി കോളേജിലെ കുട്ടികളുണ്ടാക്കിയ മിനിയേച്ചർ ക്യാബിൻ്റെ. അപ്പം അൽഹംദുലില്ലാ അങ്ങനെ പലതും അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ശ്രദ്ധിക്കുക. ഇതൊന്ന് ഇവിടെ വെക്കാം അല്ലേ? പക്ഷേ വല്ലാതെ മനസ്സിലാവല്ലേ പെണ്ണുങ്ങൾക്ക് എല്ലായിടത്തും തിരിയാൻ വേണ്ടിയിട്ട്. ഇതാ അവിടെ ഹജറുൽ അസ്വദെല്ലാം പോയിനാ. അത് പോയിനല്ലേ? എന്താടാ പറഞ്ഞു പോയാ? ഹജറുൽ അസ്വദ് ഈ മൂലൊക്കെ ഉണ്ടായിരുന്നു.
ഇന്ന് പെണ്ണുങ്ങളൊന്ന് എഴുന്നേറ്റിക്കുക, എന്നവൻ്റെ വീട്ടിൽ തന്നെ വെക്കാല. ആ, അറിയുന്നവർ വേണമെന്നില്ല, ഇല്ലാത്ത ആൾ. എന്താ ഇതാണ് ഹജറുൽ അസ്വദിൻ്റെ മൂല. ഇതാ ഇങ്ങനെ തന്നെ ഉണ്ടാകുക. നമ്മൾ പോയാൽ ഇതാ ഇവിടെ ഹജറുൽ അസ്വദ്, ഇത് റുക്കുനു ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിൻ്റെ മൂല എന്ന് പറയും. റുക്കുനിൽ ഇറാഖി, ഇറാഖിൻ്റെ ഭാഗത്തുള്ളതാണ്. റുക്കുനു ഷാമി, റുക്കുനിൽ യമാനി. 4 മൂലയാണ് കഅബക്കുള്ളത്. ഈ ഹജറുൽ അസ്വദ്, നമ്മൾ മുത്തുന്ന ഹജറുൽ അസ്വദ്, ഈ ഹജറുൽ അസ്വദ് എത്തുന്നതിന് മുന്നേ ഇവിടെ നേരെ ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും. ഇവിടത്തെ മുന്നേ നമ്മൾ തവാഫ് ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഇതിന് മുന്നേ നമ്മൾ നിയ്യത്തൊക്കെ വെക്കുന്നത്. ഞാൻ പറഞ്ഞു ഉംറൻ്റെ ഭാഗമാകുമ്പോൾ നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ല. വേറെ സ്വന്തമായി തവാഫ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും നിയ്യത്ത് വെക്കണം. നമ്മൾ നേർച്ചയാക്കി അല്ലെങ്കിൽ സുന്നത്തായ തവാഫ് ചെയ്യുന്നു, അപ്പോഴൊക്കെ നിയ്യത്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിയ്യത്ത് വെക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ച് എങ്ങനെയാണ് നടക്കേണ്ടത്? ഇതാ ഇടത് ഭാഗത്തായിട്ടാണ് നടക്കേണ്ടത്. ഇത് കണ്ടോ, ചിലർ ഇങ്ങനെ നടക്കും, പറ്റൂല. ഇങ്ങനെ ഇതാ ഇത് പറ്റൂല, ബാത്തിലായി പോകും. ഇതാ ഇങ്ങനെ നടക്കണം, ഇടത് ഭാഗത്താക്കിയിട്ട് നടക്കണം. തല മാത്രം തിരിക്കുന്നതുകൊണ്ട് സാരമില്ല, എന്നാലും അങ്ങനെ വേണ്ടതില്ല, നേരെ പോക്കാൻ നല്ലതാ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഒന്നായി. ഇതാണ് ഒരു തവാഫ്. ഇതാ ഇനി ഒന്ന് തിരിച്ചു വെച്ചുതരാം. ഇതാണ് കഅബന്റെ വാതിൽ. ഹജറുൽ അസ്വദ് ഇത് പറഞ്ഞു പോയതാണ്. ഇത് കഅബന്റെ വാതിൽ. ഇതിനിടയിലുള്ള സ്ഥലമാണ് മുൽത്തസം. ഈ കഅബന്റെ വാതിലിൻ്റെയും അതുപോലെ തന്നെ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം. മുൽത്തസം എന്ന് പറഞ്ഞാൽ ലാസിമാകേണ്ട, നിർബന്ധാക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എന്നാ, ഹജ്ജിനും ഉംറയൊക്കെ പോയ ആളുകൾ നല്ലോണം ശ്രദ്ധിച്ച് അവിടെ തന്നെ കൂടേണ്ട സ്ഥലമാണ്. അത്ര നല്ല ശ്രേഷ്ഠമായൊരു സ്ഥലമാണ് മുൽത്തസം. അല്ലാഹു അവിടെ പോകാനും അവിടെയൊക്കെ തൊടാനും തൊട്ടുമുത്താനും അവിടെ പോയി കരഞ്ഞ് ദുആ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം കഅബൻ്റെ വാതിൽ നേരെ വന്നു. ഞാൻ പറഞ്ഞു റുക്കുനുൽ ഇറാഖി, ഈ മൂലക്ക് അങ്ങനെ പറയാം. അത് തൊട്ട് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇതാണ് സ്വർണ്ണപ്പാത്തി. കഅബൻ്റെ വെള്ളം പോകുന്ന പാത്തിയാണ്. ഇത് സ്വർണ്ണപ്പാത്തി എന്ന് പറയും. ഇതിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. ഇവിടെ ചെറിയൊരു കെട്ടും കൂടിയുണ്ട്. നമ്മൾ അങ്ങനത്തെ അതിൻ്റെ വലിയൊരു മിനിയേച്ചർ ഉണ്ടായിരുന്നു അല്ലേ? അതെവിടെ പോയാൽ ഇതാണ് ഉണ്ടാകുന്നത്. ഇതാ ഇവിടെ ഒരു ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കഅബൻ്റെ ഉൾഭാഗമാണത്. അവിടെയും മനസ്സിലാക്കണ്ടേ, ഈ ഹിജർ ഇസ്മായിൽ കഅബൻ്റെ ഉൾഭാഗമാണ്. കഅബൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും. ഏടെ നിസ്കരിച്ചാൽ? ഹിജർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ. നേരത്തെ ഈ കഅബ ഇങ്ങനെ ചതുരത്തിലല്ല ഉണ്ടായിരുന്നത്. കഅബ ഉണ്ടായിരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുദവ്വറാണ്. ഇതാ ഈ രൂപത്തിലാണ് ഉണ്ടായത്. അതാ ഹിജർ ഇസ്മായിൽ. എന്നിട്ട് മക്ക ഖുറൈശികൾക്ക് കഅബ നിർമ്മിക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ അവരെന്ത് ചെയ്തു? അരച്ചമര് കിട്ടി. അതിൻ്റെ അന്ന് ഹലാലായ പൈസ കിട്ടായിട്ട് ആലോചിച്ച് നോക്കി നിങ്ങൾ. അന്നത്തെ മക്ക മുശ്രിക്ക് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലല്ല, അതിൻ്റെ മുന്നേ മുശ്രിക്കുകൾക്ക് കഅബ നിർമ്മിക്കാൻ വേണ്ടി ഹലാലായ പൈസ ഇല്ലാത്തതുകൊണ്ട്. ഇന്നത്തെ പള്ളീൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഹലാലായ പൈസ. അന്നത്തെ മുശ്രിക്കുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആലോചന ഹലാലായ പൈസക്കെ കഅബ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അരച്ചുമര അവർ നിർവഹിച്ചു. ബാക്കി നിർവഹിക്കാൻ നിർമ്മാണം നടത്താനുള്ള പൈസ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ തന്നെ ഇപ്പോഴുള്ള. അതിൻ്റെ ഇടയിൽ മാറ്റിമറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഈ കഅബൻ്റെ ഹിജർ ഇസ്മായിലിനുള്ളിൽ ഇപ്പം കൊടുക്കുന്നുണ്ട്. കുറച്ചു കാലം തടഞ്ഞിരുത്തും, ഇപ്പം ആദ്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് രാവിലെ പോയ ഹിജർ ഇസ്മായിൽ കയറി നിസ്കരിക്കാം. ഒരു 7 മണി 8 മണിക്ക് അങ്ങനെ പോയാൽ. പുരുഷന്മാർക്ക് ഇശാക്ക് ശേഷം പോയാൽ അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാം. അപ്പോൾ ഹിജർ ഇസ്മായിൽ ഇവിടെ ഒരു വാതിലുണ്ട്, ഇവിടെ ഒരു വാതിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഈ മീസാബിൻ്റെ അടിയിൽ കിട്ടും. സ്വർണ്ണപ്പാത്തിൻ്റെ അടിയിൽ പോയിട്ട് ദ്വാരക്കാനും നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞു റുക്കുനു ഷാമി, റുക്കുനുൽ യമാനി. ഇതും ശ്രേഷ്ഠമായ മൂലയാണ് കേട്ടോ. ഈ റുക്കുനുൽ യമാനിൻ്റെ ഈ ഭാഗവും അതുപോലെ തന്നെ മുത്തലും ദുആ ചെയ്യലൊക്കെ സുന്നത്തുള്ളതാണ്. റുക്കുനുൽ ഹജറുൽ അസ്വദിൻ്റെ മൂല പോലെ തന്നെ പ്രധാനപ്പെട്ട മൂലയാണ് റുക്കുനുൽ യമാനി. ഇവിടെയും ഒന്ന്
തൊട്ടുമുത്തൽ സുന്നത്തുണ്ട്. റുക്കുനുൽ യമാനിയിൽ തൊട്ടുമുത്തലും അഭിവാദ്യം ചെയ്യുന്ന സുന്നത്തുണ്ട്. ഇന്നിങ്ങനെ ആക്കൽ സുന്നത്തുണ്ട്. മനസ്സിലായ? ഹജറുൽ അസ്വദ് നമ്മൾ അങ്ങനെ ചെയ്യും. ഹജറുൽ അസ്വദ് നമ്മൾ നേരെ പോയിട്ട് വരുമ്പോൾ ഒരു ചുറ്റൽ ചുറ്റി നേരെ വന്ന് ഇവിടെ എത്തിയാൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തൽ സുന്നത്താണ്. പക്ഷെ തൊട്ടുമുത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണോ? തൊട്ടുമുത്താൻ കഴിയാത്ത ആള് കൈകൾ നീട്ടി അഭിവാദ്യം ചെയ്ത് ആ കൈ ചുംബിക്കൽ സുന്നത്താണ്. അത് നമ്മൾ 3 പ്രാവശ്യം ആക്കലാണ്. അതുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ വന്നു, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ഇവിടെ എത്തി, വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഇതാ ബിസ്മില്ലാ അല്ലാഹു അക്ബർ അഭിവാദ്യം ചെയ്തിട്ട് മുത്ത്. ഇങ്ങനെ 3 പ്രാവശ്യം ആക്കൽ സുന്നത്താണ്. മനസ്സിലായിട്ടാവൂലേ? ഇരിക്കും. അപ്പൊ കഅബ ഇടത് വശത്താകുക. കഅബയുടെ പുറത്തുകൂടി ആവണം. കഅബന്റെ പുറത്തുകൂടി ആവണം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ കഅബ തൊടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് കഅബന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കഅബയുടെ ചരിത്രങ്ങൾ പറഞ്ഞു തരും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കഅബയുടെ പുറത്തുകൂടി ആവണം. കഅബന്റെ പുറത്തുകൂടി ആവണം എന്ന് പറഞ്ഞാൽ കഅബ തൊടാൻ പാടില്ല. കഅബ തൊടുമ്പോൾ കഅബ തറമ്മലല്ലേ ഉള്ളേ, തറക്ക് ശേഷം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടാവില്ലേ നമ്മൾ ബിൽഡിംഗ് എടുക്കുക, കുറച്ച് വിട്ടിട്ടല്ലേ. അപ്പോൾ കഅബ തൊടുമ്പോൾ കഅബൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയായി പോവും. അതുകൊണ്ട് കഅബ തൊടാണ്ട് പോകണം, ശ്രദ്ധിക്കാണ്ട്. കഅബൻ്റെ പുറത്തുകൂടി ആവണം. പിന്നെ ഹറം പടിയിലെ ഉള്ളിലാവണം. അതൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. തവാഫ് മാത്രം ഉദ്ദേശിക്കണം. ഒരാൾ ഒരാളെ കാണില്ല, പരതാൻ പോയി തവാഫാവുക, തവാഫിൻ്റെ നിയ്യത്ത് തന്നെ വരണം. വേറെ ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല. പരതലുമായി തവാഫുമായി നോ, പറ്റൂല. തവാഫിനെ മാത്രം ഉദ്ദേശിക്കണം. 7 പ്രാവശ്യം ചുറ്റണം. നേരത്തെ പറഞ്ഞ പോലെ വേറെ തവാഫാണെങ്കിൽ നിയ്യത്ത് ചെയ്യണം. ഞാൻ സുന്നത്തായ തവാഫ് ചെയ്യുന്നു. ഇനി ഉംറയാണെങ്കിൽ ഉംറൻ്റെ ഭാഗമായിട്ടുള്ള തവാഫിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇഹ്റാം ചെയ്യല കാര്യം പറഞ്ഞു, ഇഹ്റാമിൻ്റെ സുന്നത്തുകൾ പറഞ്ഞു, ഇഹ്റാം ചെയ്യാൻ പാടില്ലാത്തവ പറഞ്ഞു, കഅബക്ക തവാഫിയൽ പറഞ്ഞു. അപ്പോൾ എത്ര ഫർലായി? 2 ഫർലായി. ഇഹ്റാം ചെയ്യൽ 2, കഅബത്ത് തവാഫിയൽ. 3ാമത്തെ ഫർള് സഫാ മർവക്കിടയിൽ സഈ ചെയ്യൽ. സഫാ മർവക്കിടയിൽ സഈ ചെയ്യൽ. സഫാ മർവ 2 മലകളാണ്. ആ 2 മലകൾക്കിടയിൽ മഹാനായ സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദാഹിച്ചു വലഞ്ഞപ്പോൾ മഹദിയാകുന്ന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ മകനിക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടിയതാണ്. വെള്ളം കിട്ടുമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഓടിയതാണ്. പക്ഷേ ഹാജർ ബീവി ഓടിയത് കൊണ്ട് ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളും ഓടണമെന്ന് അല്ലാഹു അങ്ങ് തീരുമാനിക്കുകയാണ്. ഹാജർ ബീവി എവിടുന്നാ തുടങ്ങിയ? സഫേന്നാ തുടങ്ങിയ. അതുകൊണ്ട് സഫേന്ന് തുടങ്ങുക, മർവ വരെ 1, മർവേന്ന് തുടങ്ങുക, സഫ വരെ 2. ചിലർ അമീറൊന്നുമില്ലാണ്ട് ഗൾഫൊന്നും മറ്റൊക്കെ ഉംറക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അറിയാണ്ട് പല അബദ്ധവും ചെയ്യും. അതിൽപ്പെട്ടൊന്നാണ് തവാഫ്. അങ്ങനെ ഹജറുൽ അസ്വദ് തുടങ്ങി ഹജറുൽ അസ്വദിലേക്ക് അവസാനിക്കുമ്പല്ലേ 1 അല്ലേ? സഫയും മറവിയും സഈ ചെയ്യലും അങ്ങനെയാണെന്ന് കരുതിയിട്ട് സഫേന്ന് പോയി മറവയിലേക്ക് പോയി, മറവേന്ന് സഫയിലേക്ക് 1 അങ്ങനെ കൂട്ടി. മറവേന്ന് സഫയിലേക്ക് 2ആയില്ലേ? സഫേന്ന് മറവയിലേക്ക് 1, മറവേന്ന് സഫയിലേക്ക് 2ആയി. അയാളെങ്ങനെയാ കൂട്ടിയേ? സഫേന്ന് മറവയിലേക്കും മറവയിലേക്ക് സഫയിലാക്കി 1 കൂട്ടി. അപ്പോൾ അത്ര 14 വട്ടം ഓൻ ചുറ്റി സഈ ചെയ്തു. വേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ വരും. അധികമായി പോയാൽ പ്രശ്നമൊന്നുമില്ല, മസാലപരമായി പ്രശ്നമൊന്നുമല്ല. പക്ഷെ അമിതമായി വെറുതെ നമ്മൾ വയലുന്ന അവസ്ഥ വരും, ശ്രദ്ധിക്കാണ്ട്. അപ്പം സഫാ മർവക്കടയിൽ സഈ ചെയ്യുക 7 പ്രാവശ്യം. പ്രത്യേകിച്ച് തവാഫ് ചെയ്യുമ്പോഴും റംല് നടത്താം. ആദ്യത്തെ 3 ചുറ്റലിൽ റംല് നടത്തം സുന്നത്തുണ്ട്. ഒന്ന് ഉഷാറായിട്ട് ഓടുക തവാഫ് ചെയ്യുമ്പോൾ. അങ്ങനെ തന്നെ സൈലുണ്ട്. സൈലാകുമ്പോൾ പ്രത്യേകിച്ച് പച്ച ലൈറ്റ് കാണിച്ചു തരും. ആ സ്ഥലത്ത് ഒന്ന് സ്പീഡിൽ ഓടുക. ആര്? ആണുങ്ങൾ മാത്രം. അപ്പൊ സഫേ പോയി നമ്മൾ അവിടുത്തെ ദിക്റൊക്കെ ചൊല്ലി നേരെ മറവയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പച്ച ലൈറ്റ് കാണും. അവിടെ നിന്ന് ആണുങ്ങൾ മാത്രം ഒന്ന് സ്പീഡിൽ ഓടുക. കുറച്ച് സ്പീഡ്, ഭയങ്കര ഓട്ടമൊന്നും ഓടണ്ട. എന്നിട്ട് പച്ച ലൈറ്റ് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക. നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ വരുന്നവരവിടെ കാത്തു നിന്നിട്ട് അവരെ കൂടെ ഓടും. അങ്ങനെ
ഇപ്പുറത്തേക്ക് മർവേന്ന് സഫയിലേക്ക് വീണ്ടും വരുമ്പോൾ പച്ച ലൈറ്റ് കാണും. സഫയിലേക്ക് എത്താൻ നോക്കുമ്പോൾ പിന്നെയും അവിടെ നിന്ന് പോകും. അങ്ങനെ ഓടൽ സുന്നത്താണ്. അങ്ങനെ സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവേന്ന് സഫയിലേക്ക് 2, സഫേന്ന് വീണ്ടും മറവയിലേക്ക് 3, അങ്ങനെ അവസാനം മറവയിലെത്തുമ്പോഴേക്ക് 7 കഴിഞ്ഞാൽ പിന്നെ മുടി മുറിക്കുക. പ്രത്യേകിച്ച് സഫൻ്റെയും മറവൻ്റെയും കുന്നുകൾ കയറൽ ആണുങ്ങൾക്ക് സുന്നത്താണ്. അടെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. പരമാവധി കയറ് ആണുങ്ങൾക്ക് സുന്നത്താണ്. മുടി മുറിക്കലോടുകൂടെ നമ്മൾ ഉംറ കഴിഞ്ഞു. ഇഹ്റാം ചെയ്യൽ, തവാഫ് ചെയ്യൽ, സഫാ മർവക്കടയിൽ സഅയ് ചെയ്യൽ, മുടി മുറിക്കൽ. മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഇതോടുകൂടെ നമ്മൾ ഉംറ കഴിഞ്ഞു. ഇത്രയും ഉംറക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഉംറ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയിഷപ്പള്ളി പോവും. തന്യായിമിൽ അവിടെ പോയി ഉംറക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഉംറക്കായാലും ഹജ്ജിനായാലും ഹറമിൻ്റെ പുറത്തേക്ക് പോകൽ നിർബന്ധമാണ്. ഹജ്ജിനാകുമ്പോൾ മീക്കാത്ത് വരെ പോകണം. ഉംറക്കാവുമ്പോൾ ഹറമിൻ്റെ പുറത്ത് ഒരു 125 കിലോമീറ്റർ ഹറമാണ് ചുറ്റളവിൽ. 125 കിലോമീറ്റർ ചുറ്റളവിൽ ഹറമാണ്. ഹറമിൻ്റെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്താണ് ആയിഷപ്പള്ളിൻ്റെ ഭാഗം. അതുകൊണ്ട് നമ്മൾ അവിടെ പോകും. എവിടെ പോവുക? ഹുദൈബിയെ പോവുക. അവിടെയുണ്ട് ഹറമിൻ്റെ അതിർത്തി. അതുപോലെ തന്നെ ജിദ്ദയിലുണ്ട്, ജിറാനയിലുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് ജിറാന. നമ്മൾ രണ്ടാമത്തെ ഉംറ ജിറാനയിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത സ്ഥലമാണ് ഹുനൈൻ, ജിറാന പറഞ്ഞ സ്ഥലം. ആ സ്ഥലത്ത് ഇഹ്റാം ചെയ്യുക. അതുകൊണ്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത ഹജ്ജിൻ്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബഡാ ഉംറ, ആ ഉംറക്ക് വലിയ ഉംറ എന്ന് പേരുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ രണ്ടാമത് ഉംറയാണെങ്കിൽ വേഗം പോവുക തൻഈമിലേക്ക്, ആയിഷപ്പള്ളിയിലേക്ക്. പിന്നെ മൂന്നാമത്തെ ദിവസം ഇവിടെ പോകും ജിറാന. അറഫ കാണും, മുസ്ദലിഫ കാണും, മിന കാണും. ഇതൊക്കെ കണ്ട് അവസാനം വന്നിട്ട് അതുപോലെ തന്നെ ജബലുന്നൂർ കാണും. വളരെ ശ്രേഷ്ഠമായ മല. അള്ളാഹു കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വഹയിനെ നാമൂസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട ഗുഹയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഉംറക്കൊക്കെ പോകുമ്പോൾ നല്ല ആരോഗ്യമുള്ളപ്പോൾ പോകണമെന്ന് പറയുന്നില്ല, കാണാൻ കഴിയല്ലോ. ഇനി വയസ്സുള്ള ആൾ മുട്ടുവേനൊക്കെ ഉണ്ട്, വെറുതെ മലയൊന്നും കയറി അടങ്ങാറാക്കരുത്. അവിടെ വലിയ ഉഷാറുള്ള ആശുപത്രിയൊന്നുമില്ല, മാത്രമല്ല നമ്മളും അടങ്ങാറാവും. അതുകൊണ്ട് വയസ്സുള്ള ആളൊന്നും കയറി അടങ്ങാറാക്കണ്ട, നല്ല ചെറുപ്പക്കാരായ ആളുകൾ കയറിയാൽ മതി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം 1-2 തവണ കയറിയിട്ടുണ്ട്. മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ അള്ളാഹിൻ്റെ റസൂലിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 തവണ, ചിലപ്പോൾ 2 തവണയൊക്കെ കയറിയ മലയാണ് ജബലുന്നൂർ. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിന് തുടക്കമിട്ട ജബലുന്നൂർ. ഇതിൻ്റെ പേരെന്താ? നൂർ, പ്രകാശം എന്നാ. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം അവതരിച്ച സ്ഥലമാണ് ജബലുന്നൂർ. അത് കാണും നമ്മൾ. ജബലു സൗർ, റസൂലുള്ളാഹി മദീനയിലേക്ക് പോകുമ്പോൾ ഒളിച്ച് താമസിച്ച ഗുഹ ജബലു സൗർ. ഇതിനേക്കാളും വലിയ മലയാണ് അവിടെ. ഇതൊക്കെ കണ്ട് നമ്മൾ ജിറാനയിൽ വരും. കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ കയറി കാണലല്ലേ, അതിന് മണിക്കൂറുകൾ എടുക്കും. ഒന്ന് കാണിച്ചാൽ എന്നിട്ട് ഇനി വേറെ കയറാൻ നമ്മൾ വേറെ സമയത്ത് പോകും. ഇൻഷാ അല്ലാഹ് എവിടെ കയറണം ഏടി നമ്മൾ കയറ്റിട്ടുണ്ട്. നമ്മളെ ഉംറൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും കാണുന്നതിനേക്കാട് സ്ഥലത്ത് നമ്മൾ പോവുകയും ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു വരും ഇൻഷാ അല്ലാഹ്. വേറെ ഏത് ഗ്രൂപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും കാണിച്ചാത്ത സ്ഥലമല്ലേ ഉസ്താദേ? ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു തരും. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അതിൻ്റെ ആരോഗ്യം നൽകട്ടെ, അതിൻ്റെ ആഫിയത്ത് നൽകട്ടെ. അപ്പോൾ ജബലു സൗറെല്ലാം കണ്ട് ജിറാന, റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത സ്ഥലമാണ് ജിറാന. ഉംറക്ക് വേണ്ടി അവിടെ വരും. അങ്ങനെ 2 ഉംറ. അങ്ങനെ മൂന്നാമത്തെ ഉംറ. പിന്നെ നമ്മൾ ഹുദൈബിയ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ശ്രേഷ്ഠമായത് ജിറാനയാണ്. ഹറമിൻ്റെ പുറത്ത് പോയിട്ടേ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ ഏറ്റവും അടുത്തുള്ളത് ഏതാ? ആയിഷപ്പള്ളി. ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? ജിറാന, റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത്. രണ്ടാമത്തെ തന്നെയും ആയിഷപ്പള്ളി. മൂന്നാമത്തെ ഉണ്ട് ഹുദൈബിയ. എൻ്റെ ചരിത്രമൊക്കെ ഇൻഷാ അല്ലാഹ് ഹുദൈബിയ പോകുമ്പം മനസ്സിലാക്കി തരും ഇൻഷാ അല്ലാഹ്. നല്ല ഒട്ടകമൊക്കെ, ഒട്ടകത്തിൻ്റെ പാല് കുടിക്കണ്ടാക്കുക, നേരിട്ട് ഒട്ടകത്തിനെ കറന്ന് പാല് കുടിക്കാനുള്ള അവസരം. അപ്പം അത് മൂന്നാമത്തെ ശ്രേഷ്ഠമായ സ്ഥലമാണ് ഹറമിൻ്റെ പുറത്തുള്ള. അങ്ങനെ ശ്രേഷ്ഠത. പിന്നെ ജിദ്ദയിൽ വേറെ ഉണ്ട്. ജിദ്ദയിലേക്ക് വരുമ്പോൾ അത് പ്രത്യേകമായ പവിത്രത ഇല്ലെങ്കിലും അതും ഹറമിൻ്റെ പുറത്താണ്. അവിടെ നിന്നും നമുക്ക് ഇഹ്റാം ചെയ്യാൻ കഴിയും. അങ്ങനെ
ഹറമിന്റെ പുറത്ത് എവിടെ പോയാൽ ഉംറക്കും ഹജ്ജിനൊക്കെയുള്ള നിബന്ധന ഹില്ലും ഹറമും രണ്ടും കണ്ടുമുട്ടണം. ഹറമെന്ന് ഹില്ലും കാണണം, ഹില്ലെന്ന് ഹറമും കാണണം. ഈ വസ്തുതയുടെ ഒത്ത നമ്മൾ ഹജ്ജുമായി ഉംറയായി. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര സംശയങ്ങൾ ചോദിക്കാനും തീർക്കാനൊക്കെ അവസരമുണ്ട്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഒന്നും ചോദിക്കുക, ഒരു മടിയും വേണ്ട. ഇൻഷാ അല്ലാഹ് ഓരോന്നും വിശദമായി പറഞ്ഞുതരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് അറിയിക്കുന്ന രൂപത്തിൽ എല്ലാം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ മക്ക കഴിഞ്ഞ മക്കയിൽ ഇനി ഒരുപാട് സ്ഥലമുണ്ട്. മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായി മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന മൈതാനി നമ്മൾ കാണാൻ പോകും. മഖബറത്തു ഷരീഫ കാണാൻ പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ള ജനിച്ച സ്ഥലമുണ്ട്, അത് കാണാൻ നമ്മൾ പോകും. അബൂജഹലിൻ്റെ വീടുണ്ടായ സ്ഥലമുണ്ട്, ഇപ്പം കക്കൂസാന്ന് മാത്രം, അത് നമ്മൾ കാണും. ജിന്ന് പള്ളി കാണാനുണ്ട്, അത് നമ്മൾ കാണും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ മക്കത്ത് ഇനിയും പല സ്ഥലങ്ങളുണ്ട്. തായിഫിൽ പോയിട്ട് പലതും കാണാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ആദ്യം പോയ സ്ഥലമാണ് ത്വായിഫ്, രണ്ടാമത് പോയതാ മദീനത്തേക്ക്. ആ ത്വായിഫിലേക്ക് നമ്മൾ പോകും. അവിടെയൊക്കെ ഒരുപാട് കാണാൻ അറിയാനൊക്കെ ഉണ്ട്, അത് ചെയ്യും. അപ്പം ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ചെയ്ത് വളരെ ഭംഗിയെ നമുക്ക് തിരിച്ചു വരണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പരിശുദ്ധമായ മദീനയിലേക്ക് പോകും. അല്ലാഹു ആ പുണ്യഭൂമി കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആ പുണ്യഭൂമി കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു ആ പുണ്യഭൂമി കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഈമാൻ പറഞ്ഞു തന്ന ഭൂമിയാണത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ചെറിയ സ്ഥലത്തേക്ക്, നാട് മക്കയാണ്, എന്നാൽ ചെറിയ സ്ഥലം ഏതാ? അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം മുട്ടിക്കിടക്കുന്ന ഹുജറത്തു ഷരീഫയാണ്. നമ്മുടെ റൗള ഷരീഫ എന്ന് പറയുന്ന സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിലേക്ക് പോയി അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാമ്പുകൾ മാളത്തിലേക്ക് പോകുന്നത് പോലെ മുഅ്മിനീങ്ങൾ എൻ്റെ മദീനയിലേക്ക് ചെന്നെത്തിച്ചേരുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈമാനിൻ്റെ അഭയ കേന്ദ്രമാണത്. ഈമാനിൻ്റെ അഭയ കേന്ദ്രമാണ്. ആ ഹബീബിൻ്റെ കയ്യിൽ നിന്നാണ് പരിശുദ്ധമായ ഈമാൻ നമുക്ക് ലഭിച്ചത്. നമുക്ക് ഈമാനിൻ്റെ പ്രകാശം മരിക്കുന്നത് വരെ സൂക്ഷിക്കാനുള്ള ഊർജം മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം. മൻ ഹജ്ജ ഫലം യസുർനി ഫഖദ് ജഫാനി. ഹജ്ജ് ചെയ്ത് എന്നെ സന്ദർശിക്കാത്തവൻ എന്നോട് നീരസം ചെയ്തവനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയിട്ട് എപ്പോഴും സലാം പറയുക. ആർക്ക്? അതിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ആണുങ്ങൾക്ക് സൗകര്യമുണ്ട്, പെണ്ണുങ്ങൾക്കും പുറത്തു വന്നിട്ട് എപ്പോഴും സലാം പറയാം. ഹറമിൻ്റെ ഈ റൗള ഷരീഫിൻ്റെ ഹജറത്ത് ഷരീഫിൻ്റെ പുറത്ത് വന്നിട്ട് സലാം പറയാം. ആണുങ്ങൾക്ക് ഉള്ളിക്കേറിയിട്ട് തന്നെ സലാം പറയാം. ഇനി റൗള ഷരീഫ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഹുജറത്തു ഷരീഫ, റൗള ഷരീഫ. റസൂലുള്ളാഹിൻ്റെ ഖബർ ഷരീഫ് കിടക്കുന്ന സ്ഥലം ഹുജറത്തു ഷരീഫ. അവിടെ നിന്ന് മുതൽ റസൂലുള്ളാഹിൻ്റെ മിമ്പർ വരെയുള്ള സ്ഥലമുണ്ട് റൗള ഷരീഫ, റൗളത്തു ഷരീഫ. അവിടെ കയറി നിസ്കരിക്കൽ, 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. അത് സ്വർഗപ്പൂന്തോപ്പാണ്. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരിച്ചാൽ സ്വർഗം ഉണ്ടാകും ഒരർത്ഥം. അല്ല, ആ സ്ഥലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തും. സ്വർഗത്തിൻ്റെ ഭാഗമാണ്. അല്ലാഹു അവിടെ കൈ പോയി ഇരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അവിടെ ഒറ്റ തവണയെ കിട്ടും, ഒറ്റ തവണ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അതിനുവേണ്ടി മുഅ്മിനീങ്ങൾ ഇങ്ങനെ കൊതിക്കും. പരിശുദ്ധമായ മദീനയിലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പല സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ച കിണർ, അത് കാണും നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ബദർ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉഹദ് യുദ്ധത്തിൽ പല്ലുപൊട്ടിയപ്പോൾ കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലം. ഇപ്പോഴും അവിടെ നിന്നിങ്ങനെ സുഗന്ധത്തിൻ്റെ മണം വല്ലാതെ അടിച്ചു വീശുന്നുണ്ട്. അല്ലാഹുവൊക്കെ കാണാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്, പലതും. ഇതൊന്നല്ലട്ടെ, ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അല്ലാഹു എല്ലാം നമുക്ക് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എല്ലാം നമുക്ക് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എല്ലാം നമുക്ക് കാണാൻ തൗഫീഖ് നൽകട്ടെ.
ഇപ്പം ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ പരിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന നമ്മൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം, അവസാനമായിട്ട് പറയാം. മുഅ്മിനീങ്ങളെ എല്ലാവരും ഇത് അടിയന്തരായി ഇമ്പോർട്ടൻ്റായി കേൾക്കേണ്ട ഭാഗമാണ്. നമ്മളൊക്കെ ഉംറക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മളെ ഉംറ സ്വഹിയാകണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ? എല്ലാവരും സ്വഹിയാകാനല്ലേ ആഗ്രഹിക്കുന്നത്? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഉംറൻ്റെ എല്ലാ ഗുണവും കിട്ടണോ? അതിൻ്റെ മെയിൻ നിബന്ധന ഇബാദത്ത് സ്വീകരിക്കുക. ഉംറ എന്നല്ല, എല്ലാ ഇബാദത്തും സ്വീകരിക്കണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. ആ ഷർത്ത് പാലിക്കണം. എന്താ ഷർത്ത് എന്നറിയാം? നമ്മൾ ആരോടെങ്കിലും തെറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പ് വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഉംറക്ക് വരുന്ന ഹജ്ജാജിമാരുടെ ഉണർത്തുകയാണ്, നമ്മൾ ആ വെറുപ്പ് മാറ്റി പൊരുത്തപ്പെടിച്ചിട്ടേ ഉംറക്ക് വരണ്ടുള്ളൂ. അല്ലാതെ ആൾ വരണ്ട. വേണേ പാസ്പോർട്ട് തിരിച്ചുതരാം, ഒരു പ്രശ്നമില്ല. കാര്യം പറഞ്ഞ ആരോടെങ്കിലും തെറ്റ് നിൽക്കുന്നെങ്കിൽ ഉമ്മാനോട് പറയാണ്ട് ഉംറക്ക് വന്ന പഹയനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അല്ലാഹു നമുക്ക് പുറത്തരട്ടെ. നമ്മൾ ഉംറ എന്നല്ല, ഒരു ഇബാദത്തും ഫൗക സലാസത്തി അയ്യാം, 3 ദിവസത്തിന് കൂടുതൽ സ്വന്തം സുഹൃത്തിനോട് മിണ്ടാതെ 4 ഇബാദത്ത് സ്വീകരിക്കൂലാണ്. പിന്നെ ഉമ്മാനോട് പറയാണ്ട് വന്നാൽ, ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങാണ്ടി വന്നാൽ എവിടെ സ്വീകരിക്കും? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഭർത്താവിനോട്, ഭാര്യയോട്, ഉമ്മാനോട്, ഉപ്പാനോട്, ഭാര്യൻ്റെ ഉമ്മാനോട്, ഭാര്യൻ്റെ ഉപ്പാനോട്, ഭർത്താവിൻ്റെ ഉമ്മാനോട്, ഭർത്താവിൻ്റെ ഉപ്പാനോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, അയൽവാസിയോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, ആരോടെങ്കിലും മിണ്ടാതെ വെറുപ്പ് വെച്ച് നിൽക്കുന്നെങ്കിൽ അത് തീർത്ത് പൊരുത്തപ്പെടിച്ച് അക്കടപാടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് പ്രശ്നം തീർത്തിട്ടേ നീ ഉംറക്ക് വരണ്ടു. അത് ഇമ്പോർട്ടൻ്റായി പറയാൻ അള്ളാഹു ഉൾക്കൊള്ളുന്ന ഖൽബ് നൽകട്ടെ. ചിലപ്പോൾ എൻ്റെ മനസ്സ് അതിന് സമ്മതിക്കുന്നുണ്ടാവൂല. ഓളോടാ ഞാൻ മിണ്ടൂല, ഓനോടാ ഞാൻ പറയൂല. നിന്റെ ദാർഢ്യം, നിന്റെ കിബിറ്, നിന്റെ അഹങ്കാരം അതുമായിട്ടാ നീ വരുന്നെങ്കിൽ നീ മക്കത്ത് വരണ്ട. അല്ലാഹു പാഠം പഠിപ്പിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ വിചാരിക്കേണ്ടത് വെറുതെ പേടിപ്പിക്കുന്ന ഒരു പേടിപ്പിക്കലല്ല. ഇത് ഉള്ള അവസ്ഥ പറയാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല കൂടെ ഉള്ളാക്കും പണി കിട്ടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബാക്കി അള്ളാഹുമായി ബന്ധപ്പെട്ട അമ്മക്ക് അള്ളഹാനോട് പറഞ്ഞങ്ങ് തീർത്തു, അള്ളാഹ് പൊരുത്തപ്പെട്ടെന്ന കഴിഞ്ഞു. നിൽക്കാരാ നീ അള്ളഹാനോട് കരഞ്ഞങ്ങ് പറഞ്ഞേക്ക്, അള്ളാഹ് പുറത്തെന്ന കഴിഞ്ഞില്ലേ. മറ്റുള്ളവരുടെ ഹക്കടപാടോ, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞതോ, മറ്റുള്ളവരെ വെറുത്തു പറഞ്ഞതോ, അവരെ ഗീബത്ത് പറഞ്ഞതോ, അവരെ വേദനിപ്പിച്ചതോ ഉണ്ടെങ്കിൽ നീ കാബന്റെ ഉള്ളിൽ 10,000 കൊല്ലം പോയി ഇബാദത്ത് ചെയ്താലും ലാ യഖ്ബലുല്ലാഹു മിൻക സർഫൻ വലാ അദല, ഇന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല, ഒരു സംശയമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിന്റെ ദുർവാശി നിന്നെ സമ്മതിപ്പിക്കുന്നില്ലെങ്കിൽ ഓനോട് ഞാൻ പറയൂല, ഓൻ അന്ന അങ്ങനെ ചെയ്തെന്ന് എനിക്ക് അല്ലാഹു പുറത്തു തരൂല. ലാ യർഹമുല്ലാഹ് മൻ ലാ യർഹമിന്നാസ്. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കാത്തവൻ, ബന്ധുവിന് പുറത്തു കൊടുക്കാത്തവൻ, സുഹൃത്തിന് പുറത്തു കൊടുക്കാത്തവൻ, അയൽവാസിക്ക് പുറത്തു കൊടുക്കാത്തവൻ, അല്ല ഓനെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കൂല, അല്ല പുറത്തു കൊടുക്കൂല. ഉറപ്പാണ്. നിന്റെ ഹജ്ജ് വെള്ളത്തിലാണ്, നിന്റെ ഉംറ വെള്ളത്തിലാണ്, നിന്റെ നിസ്കാരം വെള്ളത്തിലാണ്. നീ 10,000 കൊല്ലം അറമിന്റെ ഉള്ളിൽ കൂടിയിട്ടും കാര്യമില്ല. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടിച്ചിട്ട് വന്നാൽ അത് നിർബന്ധമായും കണിശായി ഞാൻ പറയാം, എല്ലാം പൊരുത്തപ്പെടിച്ചു. അള്ളാഹു നമുക്ക് പുറത്തേരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തേരട്ടെ. നമ്മൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തേരട്ടെ, അറിഞ്ഞ ആളുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് പുറത്തേരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തേരട്ടെ, അള്ളാഹു പുറത്തേരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഫൈക്കും. 2 കാര്യം പറയട്ടെ.